13-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അതിന് അവൾ, യജമാനനെ, ഞാൻ നിന്റെ ദാസിമാരിൽ ഒരുത്തിയെ പോലെയല്ല എന്നു വരികിലും നീ എന്നെ ആശ്വസിപ്പിക്കുകയും അടിയനോട് ദയയായി സംസാരിക്കുകയും ചെയ്യാൻ തക്കവണ്ണം എനിക്ക് നിനക്ക് കൃപ തോന്നിയല്ലോ എന്ന് പറയും. നമുക്കറിയാം ഈ വേദഭാഗം, ഈ രൂത്തിന്റെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, അവിടെ സ്തോത്രം 4 പേരുടെ തീരുമാനത്തെ കുറിച്ച് നമുക്ക് അവിടെ കാണാൻ കഴിയും. സ്തോത്രം. ഒന്നാം അധ്യായം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ ഇതൊരു ചരിത്ര പുസ്തകമാണ്. സ്തോത്രം. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമമുണ്ടായി. സ്തോത്രം. നമുക്ക് പ്രവാചകന്മാരിൽ കൂടെ ഒക്കെ തന്നെ ദൈവശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ന്യായാധിപന്മാര് പലരും ന്യായപാലനത്തിനായിട്ട് എഴുന്നേറ്റു. അതിനകത്ത് തന്നെ ന്യായാധിപന്മാരുടെ പുസ്തകം കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഒരു സ്ത്രീ ദെബോര, അവള് ന്യായപാലനത്തിന് എഴുന്നേൽക്കുക. സ്തോത്രം. അവിടെ ആരും ഇല്ലാതിരിക്കുമ്പോൾ ലെപ്പദോത്തിന്റെ ഭാര്യ പ്രവാചകിയായ ദെബോര ജനത്തിനു വേണ്ടി ന്യായപാലനം ചെയ്തു കൊടുക്കാൻ ഒരു ഈത്തപ്പനയുടെ ചുവട്ടിൽ അവൾ ഇരുന്ന് ദൈവത്തോട് അവൾ പ്രാർത്ഥിച്ചിട്ട് ദൈവിക ജ്ഞാനം പ്രാപിച്ചിട്ട് ഇന്ന കാര്യം ഇന്നതുപോലെ ചെയ്യണം, ഇന്ന രീതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്ത് ജനത്തെ ഒരുക്കു കൂട്ടിക്കൊണ്ട് വരുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയും, ശക്തനായ ഒരു രാജാവ് സീസറെ ഇസ്രായേൽ ജനത്തെ വളരെ ദണ്ഡിപ്പിച്ച് തകർത്തു കൊണ്ടിരിക്കുമ്പോൾ ഈ വിഷയത്തിൽ ഇടപെടുവാൻ ദൈവം എഴുന്നേൽപ്പിച്ചത് ഒരു സ്ത്രീയെയാണ്. സ്തോത്രം. ദെബോരയാണ് അവിടെ എഴുന്നേൽപ്പിച്ചത്. സ്തോത്രം. സ്ത്രീകൾക്ക് ദൈവവചന പ്രകാരം വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. പ്രിയ ദൈവമക്കളെ, പലരും സഹോദരിമാരെ അടിച്ചമർത്തുന്ന പല വേളകൾ ഉണ്ടെങ്കിലും കർത്താവിന്റെ വചനം അത് ഒരിക്കലും വിലക്കിയിട്ടില്ല. അവിടെ എത്രയോ ന്യായം ചെയ്യുവാൻ എത്രയോ ആൾക്കാരുള്ളപ്പോഴും ഒരു ദെബോരയെ ദൈവം അവിടെ എഴുന്നേൽപ്പിക്കുവാൻ ഇടയായിത്തീരുന്നു. ആ ദെബോര എഴുന്നേറ്റിട്ട് ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും, ദെബോര എഴുന്നേറ്റ് സ്തോത്രം അവിടുത്തെ രാജാവായ ബാരക്കിനോട് പറഞ്ഞു, സ്തോത്രം, സീസറെ അവിടെ ഉണ്ട്, അവിടെ ചെന്ന് യുദ്ധം ചെയ്ത് ആ സീസറെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ പുരുഷനായ വ്യക്തി പറഞ്ഞത്, ദെബോര വന്നില്ലെങ്കിൽ ഞാൻ കൂടെ വരത്തില്ല. പക്ഷെ ദെബോര പറഞ്ഞു, ഈ യുദ്ധത്തിൽ നിനക്കല്ല ബഹുമാനം ഉണ്ടാകുക, ഒരു സ്ത്രീക്ക് ബഹുമാനം ഉണ്ടാകുമെന്ന് ദൈവം എന്നോട് സംസാരിച്ചു. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമുക്ക് കാണാൻ കഴിയും, സ്തോത്രം, അവിടെ ദൈവം സ്തോത്രം മഴ വെള്ളം, ആ വെള്ളത്തിനകത്ത് സീസറയുടെ രഥം കുഴങ്ങിയിട്ട് നമുക്ക് അവിടെ 4 കഴിഞ്ഞ് ഇങ്ങോട്ട് വായിക്കുമ്പോൾ 5-ൽ വായിക്കുമ്പോൾ ദെബോര പാടിയ ഒരു പാട്ടിനകത്ത് പറയുന്നുണ്ട്, സ്വഗതികളിൽ പൊരുതി, ആകാശത്ത് പൊരുതി, ഇതൊക്കെ നക്ഷത്രങ്ങൾ പൊരുതി, ഇതൊക്കെ പറയുമ്പോൾ അവിടെ ദൂതന്മാർ വാസ്തവമായിട്ട് കുതിരയെ കട്ടനം ചെയ്തു എന്ന് അതിനകത്ത് പറയുന്നുണ്ട്. കുതിര കുളമ്പുകളെ കട്ടനം ചെയ്തു. അതായത് കുതിരയുടെ ആ കാലിന്റെ ഞരമ്പുകളെ ദൂതൻ വാളുകൊണ്ട് വെട്ടിക്കളഞ്ഞു. അതിന്റെ ഓട്ടത്തെ തെറ്റിച്ച് കളഞ്ഞ് അവിടെ നിന്ന് സീസറെ ഓടി സ്തോത്രം യായേലിന്റെ കൂടാരത്തിൽ വരിക. അവിടെയും ഒരു സ്ത്രീയാണ് യായേലും സ്തോത്രം ഈ സീസറയുടെ കുടുംബമായിട്ട് വളരെ അടുപ്പമുള്ളത് കൊണ്ട് സീസറെ ഓടി വന്ന് യായേലിന്റെ വീട്ടിൽ കയറുമ്പോൾ യായേൽ നാളുകൾ കൊണ്ട് പ്രാർത്ഥിച്ചിരുന്നിരിക്കാം, എന്റെ ജനത്തെ ഇസ്രായേൽ ജനത്തെ ദണ്ഡിപ്പിക്കുന്ന ഈ സീസറെ കർത്താവെ ഒന്ന് ജയിക്കാൻ എനിക്കൊരു കൃപ തരണമെന്ന് സ്തോത്രം കൂടാരത്തിൽ ആരും അറിയാതെ അവൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ച അവളുടെ വിഷയത്തിന്റെ നടുവിൽ ശത്രുവിനെ അവളുടെ വീട്ടിന്റെ കൂടാരത്തിന്റെ അകത്തേക്ക് കൊണ്ടു കൊടുക്കുകയാണ് ദൈവം ചെയ്തത്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഇതിനോടുള്ള ബന്ധത്തെ ദൈവാത്മാവ് ഒരു ദൂത് പറയുക, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ആരും തന്നെ നമ്മുടെ പ്രാർത്ഥന കണ്ടില്ലേലും കേട്ടില്ലേലും ഒരു മുറിക്കുള്ളിൽ ഇരുന്ന് കരയുന്ന നമ്മുടെ വിഷയത്തിനകത്ത് ദൈവം നമ്മുടെ മറുപടികളെ നമ്മുടെ കൂടാരത്തിനകത്ത് കൊണ്ടുതരാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാ. സ്തോത്രം. ഈ യായേലിനെ ആർക്കും അറിയത്തില്ല. യായേൽ രഹസ്യമായി പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രമാണ് സീസറെ ആ
കൂടാരത്തിൽ കയറി വരുന്നത്. സീസരെ കൂടാരത്തിൽ അവൾ ബഹുമാനപൂർവം കയറ്റി. അവൻ വെള്ളം ചോദിച്ചപ്പോൾ തുരുത്തി തുറന്ന് പാൽ അവന് കുടിക്കാൻ കൊടുത്തു. അവിടെ അവൻ ഉറങ്ങുന്ന സമയത്ത് സീസറുടെ കയ്യിൽ യായേലിന്റെ കയ്യിൽ സീസറെ കൊല്ലുവാൻ പ്രത്യേകിച്ച് ആയുധമൊന്നുമില്ല. പക്ഷേ അവിടുത്തെ തന്റെ കൂടാരത്തിന്റെ കുറ്റിയെടുത്ത് ആമേൻ സ്തോത്രം സീസറയുടെ ചെന്നി തുളച്ച് കയറ്റി ആമേൻ അവനെ കൊല്ലുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുന്നു, നമ്മുടെ കൂടാരത്തിനകത്ത്, നമ്മുടെ കുടുംബമാകുന്ന കൂടാരത്തിനകത്ത് നമ്മുടെ ഭർത്താക്കന്മാരോ നമ്മുടെ കുഞ്ഞുങ്ങളെയോ നമ്മുടേതായ ശരീരത്തെയോ ഒക്കെ ദണ്ണിപ്പിക്കുവാൻ തക്കവണ്ണം ശത്രു അതിന്റെ പദ്ധതികളിട്ട് പ്ലാനുകളിട്ട് കയറി വരുമ്പോൾ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുക, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി ദൈവത്തിന്റെ നിയോഗങ്ങൾ ദൈവാത്മാവ് തന്ന് അതിന് പ്രത്യേകിച്ച് ഒരു പാസ്റ്ററെ ഒന്നും അവിടെ വിളിച്ചു വരുത്തിയില്ല, പ്രത്യേകിച്ച് ഒരു പ്രവാചകനെ ഒന്നും അവർ വിളിച്ചു വരുത്തിയില്ല. സ്തോത്രം. യായേലിനോട് ദൈവം ഇടപെട്ടോ, നീ കൂടാരത്തിന്റെ കുറ്റി ഊരിക്കോ, കുറ്റി ഊരി സീസറെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച് തന്നിരിക്കാം, നീ തകർത്തോ. ദെബോര പറഞ്ഞ ദൂത് അവിടെ നിറവേറുകയാ. ബാരാക്കിന് അറിയത്തില്ല. സ്തോത്രം. ദെബോരയാണ് ചിലപ്പോൾ കൊല്ലുന്നതെന്ന് ചിന്തിച്ചിരിക്കാം. ഒരിക്കലും പ്രത്യക്ഷപ്പെടാത്തൊരു യായേൽ, ആരും അറിയാത്തൊരു യായേൽ, കൂടാര നിവാസിയായ യായേൽ അതിനകത്തിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശത്രുവിനെ അവളുടെ കയ്യിൽ കൊണ്ടു അവളാൽ ഇന്ന് വരെ അവൾക്ക് യുദ്ധം അറിയത്തില്ല, ഇതെങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല. 900 രഥങ്ങളുള്ള ശക്തിയുള്ള സീസറെ അവൾ വെറും ഒരു കൂടാരത്തിന്റെ കുറ്റി കൊണ്ട് അടിച്ചു കൊന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ആരും അറിയത്തില്ല. നിങ്ങളൊരു കൊച്ചു ഗ്രൂപ്പിനകത്തിരുന്ന് നിങ്ങൾ ഉപവാസത്തോടെ പ്രാർത്ഥനയോടൊക്കെ ദൈവസന്നിധിയിലിരുന്ന് ഇന്ന് കരയുന്ന വിഷയത്തിന്, നിലവിളിക്കുന്ന വിഷയത്തിന് കർത്താവ് പറയുക, നിങ്ങൾക്ക് വേണ്ടി ചലിക്കുന്ന ഒരു സ്വർഗമുണ്ടെന്ന് ഇന്ന് പകൽക്കാലം ആത്മാവ് നിങ്ങളോട് ദൂത് വിളിച്ചു പറയുക. പലപ്പോഴും നിങ്ങളെ ആരും കണ്ടില്ലെന്നിരിക്കാം, ആരും അറിഞ്ഞില്ലെന്നിരിക്കാം, നിങ്ങളെ ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്നിരിക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം തകർന്നിരിക്കുന്ന ഹൃദയത്തെ കർത്താവ് എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നു. തകർന്ന ഹൃദയം, നുറുങ്ങിയ ഹൃദയം, എന്റെ അവസ്ഥ കണ്ട് മനസ്സലിയാൻ ഈ ഭൂമിയിൽ ആരുമില്ലല്ലോ കർത്താവേ എന്ന് പറഞ്ഞ് നിലവിളിച്ച ദിനരാത്രങ്ങളുമായി കഴിഞ്ഞ കുടുംബങ്ങൾ ഇതിനകത്തുണ്ട്, വ്യക്തിത്വങ്ങൾ ഇതിനകത്തുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയാ, മകളെ, നിന്നെ വേദനയിലൂടെ കടത്തിവിട്ടപ്പോൾ നീ ചിന്തിച്ച് കർത്താവ് പോലും എന്നെ മറന്നു പോയോ, എന്നെ കൈവിട്ടോ? എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇല്ല, നിന്നെ കൈവിട്ടിട്ടില്ല. നിന്നെ പിടിച്ചു കയറ്റുവാനുള്ള പുതിയ വഴികളിലൂടെ നിന്നെ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുക. ഇതിനകത്ത് പ്രാർത്ഥിച്ചോ. പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളെ ചില പുതിയ വഴികളിലൂടെ കർത്താവ് നിങ്ങളെ നടത്തും. സ്തോത്രം. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വഴി, ഇന്ന് വരെ പോയിട്ടില്ലാത്ത വഴി, ഇന്ന് വരെ പറഞ്ഞു തരാത്തൊരു വഴിയിലൂടെ ആത്മാവിന് നിങ്ങളെ നടത്താൻ പദ്ധതിയുണ്ട്. ഇന്ന് പകൽക്കാലം ദൂത് സ്വീകരിച്ചെടുത്തോ. വിശ്വസിച്ചാൽ നമ്മൾ ദൈവത്തിന്റെ മഹത്വം കാണും. ആരെ വിശ്വസിക്കണം? മനുഷ്യനെ, വ്യക്തികളെ വിശ്വസിക്കരുത്. ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നു ആ വചനത്തെ മുറുകെ പിടിച്ചാൽ, ആ വചനത്തെ മുറുകെ പിടിച്ചാൽ ദൈവാത്മാ പറയുന്ന ഒരു മഹത്വം നിങ്ങൾ ഈ 2025 ഈ മെയ് മാസത്തിൽ നിങ്ങൾ കാണുവാനിടയായിത്തീരും. പ്രിയ ദൈവമക്കളെ, ഈ മാസം ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, കർത്താവേ, ഇന്ന് ഞാൻ രാവിലെ ഒരു മെസ്സേജ് ഇടാറുണ്ട്. സ്തോത്രം. എന്താണ് ഈ മാസം പ്രത്യേകത? കഴിഞ്ഞ രാത്രി ഞങ്ങൾ ഒരു ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ട്. ഞാനല്ല, അത് വേറൊരു സിസ്റ്ററാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതിനകത്ത് ഞങ്ങൾ ഇന്നലെ രാത്രി 11 മണി തൊട്ട് 1 മണി വരെ ഞങ്ങൾ രാത്രി പ്രെയർ ആയിരുന്നു. എല്ലാ മാസത്തിന്റെ അവസാന പ്രെയർ ഉണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കും, വിഷയത്തിനായിട്ട് സ്തോത്രങ്ങൾ ചെയ്യും,
അടുത്ത ഈ പുതിയ മാസത്തിലേക്ക് കയറുവാൻ തക്കവണ്ണം വലിയൊരു ദൈവ സാന്നിധ്യത്തിനായിട്ട് കൂടിയിരുന്ന് നമ്മൾ ഗ്രൂപ്പ് കോളിനകത്ത് വീഡിയോ ഓണാക്കാതെ തന്നെ അല്ലാതുള്ള കോളിനകത്ത് വിളിച്ച് കണക്ട് ചെയ്ത് പ്രാർത്ഥിക്കും. സ്തോത്രം. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഗ്രൂപ്പിനകത്ത് നിങ്ങൾ ശക്തരാകണം, പ്രാർത്ഥനയിൽ നിങ്ങൾ ശക്തരാകണം. സ്തോത്രം. പുതിയ പുതിയ അനുഭവങ്ങളിലേക്ക് നിങ്ങൾ ഈ മെയ് മാസത്തിൽ കയറണം. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനകൾക്ക് നിങ്ങൾ കുറച്ച് സഹോദരിമാർ കൂടിയിരുന്ന്, പ്രിയ ദൈവമക്കളെ, രോഗി കൂട്ടര് അവർ കൂടിയിരുന്ന് ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ തുറന്നത് നിസ്സാരമായ ഒരു വിഷയത്തിന്റെ മറുപടി അല്ല അവിടെ വെളിപ്പെട്ടത്, അസാധാരണമായ മറുപടി. സ്തോത്രം. ഒരു ഹേരോദാവിന്റെ കാരാഗൃഹത്തിന്റെ അകത്ത് കിടക്കുന്ന വിഷയത്തെ സ്തോത്രം ചലിപ്പിച്ചെടുത്ത് ഇരുമ്പ് വാതിലിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ആ വാതിൽ സ്വതവേ തുറക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാ. പക്ഷെ പ്രാർത്ഥനയുടെ ശക്തി സ്വർഗത്തിന്റെ കവാടത്തെ തുറന്ന് അവിടെ നിന്ന് തന്റെ ദൂതനെ അയച്ച് നടക്കത്തില്ലെന്ന് പറയുന്ന മേഖലയ്ക്കകത്ത് പല വാതിലുകളിലൂടെയും കടന്നു ചെന്ന് ദൂതൻ തട്ടി എഴുന്നേൽപ്പിച്ച അവിടെ വരുമ്പോൾ ഇരുമ്പൊരിക്കലും തുറക്കുക അസാധ്യമാ. അവിടെ പ്രത്യേകം പറയുന്നുണ്ട്, മറ്റൊരു വാതിലിനേക്കാളും കൂടുതൽ ഊന്നി പറയുന്ന ഒരു വാതിലാണ് ഇരുമ്പ് വാതിൽ. അത് സ്വതവേ തുറന്നു. ഇന്ന് പകൽക്കാലം വിശ്വസിച്ചോ, നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ സ്വതവേ തുറക്കും. നീതു എന്ന ഡിവൈസിലിരിക്കുന്ന മകളോട് പരിശുദ്ധാത്മ പറയാ, ഈ ദിവസം നീ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന നിന്റെ ചില വിഷയങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ കരം ചലിക്കുമെന്ന് ഇന്ന് നീ ഉറപ്പേറിയവളായി തീർന്നോ? വിശ്വാസത്തോടായിരുന്നോ? ദൈവത്തിന്റെ ചില പ്രവർത്തികൾ വാതിൽ തുറക്കത്തില്ലെന്ന് ശത്രു വെല്ലുവിളിച്ച് നിൽക്കുന്ന മേഖലകൾക്കകത്തോ ചിലതിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, ആ വാതിൽ തുറക്കുവാൻ തക്കവണ്ണം വലിയൊരു അഭിഷേകം നിന്റെ മേൽ ആത്മാവ് ഈ ദിവസങ്ങളിൽ കൈമാറുകയാ. നീ പ്രാർത്ഥനയിൽ ശക്തിപ്പെട്ട് എഴുന്നേറ്റോ. നിന്റെ നിന്നയെ ഞാൻ ഉരുട്ടിക്കളയുമെന്ന് ആത്മാവ് നിന്നോട് ദൂത് പറയുകയാണ്. എനിക്കറിയത്തില്ല, കർത്താവ് അങ്ങനെ തന്നെ പിന്നെയും പറയുന്നു, മകളെ, നിന്ന ഉരുട്ടിക്കളയും. നീ കുറിച്ചിട്ടോ എസ്തേർ 30 ദിവസത്തേക്ക് ചെല്ലരുതെന്ന് നിയമനമുണ്ടെങ്കിലും അവൾ പ്രാർത്ഥിച്ചിട്ട് കടന്നു ചെന്നപ്പോൾ ഒരു ചെങ്കോൽ അവളുടെ മുന്നിൽ നീട്ടപ്പെടുകയാ. ഇന്ന് പകൽക്കാലം നീ വിശ്വാസത്തോടെ ചില ദിവസങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേറിട്ടിരുന്നോ? ദൈവാത്മാ പറയുന്നു, നിനക്ക് വേണ്ടി ചില ചെങ്കോലുകളെ ഞാനിതാ ഒരുക്കി നിനക്ക് വേണ്ടി പ്രീതി തോന്നുന്നത് പോലെ, കൃപ കാണിക്കുന്നത് പോലെ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വന്ന് അടച്ചത് ദൈവ തുറന്ന് അതിനകത്തൂടെ ചില വാക്തത്വങ്ങൾ പുറത്തു വന്ന് നീ അത്ഭുതം കാണുമെന്ന് ആത്മാവിന്റെ ദാസിയോട് ദൂത് പറയുന്നു. ദൂത് ഏറ്റെടുത്ത് സ്തോത്രം ചെയ്തോ. നിന്റെ മേലൊരു അഭിഷേകമുണ്ട് മകളെ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാൽ നിന്നെ ഞാൻ എന്റെ പദ്ധതിക്കായിട്ട് ഒരുക്കി നിന്റെ മേൽ വലിയ അഭിഷേകം പകർന്ന് എന്റെ കൃപ പകർന്ന് ഞാൻ നിന്നെ പുറത്തെടുക്കുമെന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് ദൂത് വിളിച്ചു പറയുക. പ്രിയ മക്കളെ, നമ്മൾ ഇവിടെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് സ്തോത്രം. സ്തോത്രം. ഞാൻ എടുത്ത ഭാഗത്ത് നിന്ന് പരിശുദ്ധാത്മാവ് എന്നെ വേറെ തലങ്ങളിലോട്ട് കൊണ്ടുപോകുക. ഈ വാതിൽ ദൈവം തുറന്നു തന്നു. ഞാൻ പറഞ്ഞതിന്റെ കാരണം പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഒരു കൂട്ടം പ്രാർത്ഥിക്കുമ്പോൾ എവിടെ തുറക്കണമോ അവിടെ ദൈവത്തിന്റെ കരം ചലിക്കും. നിങ്ങൾ ഇന്ന് പകൽക്കാലം ഈ മീറ്റിങ്ങിനകത്ത് കടന്നു വന്നിരുന്ന് നിങ്ങൾ ഒഴുക്കുന്ന കണ്ണുനീരിനും നിങ്ങൾ കൊടുക്കുന്ന സമയങ്ങൾക്കും വിലയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് വ്യക്തമായി ദൂതറിയിക്കുക. അതുകൊണ്ട് ആരും നിരാശയോടിരിക്കേണ്ട. ദൈവത്തിന്റെ ചില പ്രവൃത്തി നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. പ്രിയ മക്കളെ, നമ്മൾ ഇവിടെ വായിച്ച വേദഭാഗം രൂത്തിന്റെ പുസ്തകമാണല്ലോ. രൂത്ത് ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദേശത്തൊരു ക്ഷാമമുണ്ടായി. അവർ
ബെത്ലഹേമിൽ നിന്നും സ്തോത്രം എലീമലേക്ക് ഒരു തീരുമാനം എടുത്തു. ബെത്ലഹേം വിട്ട് മൊബാബിലേക്ക് മടങ്ങി പോകുക. അപ്പത്തിന്റെ ഭവനമായ ബെത്ലഹേമിനെ വിട്ടിട്ട് മൊബാബ് എന്ന ദേശത്തേക്ക് മടങ്ങി പോകുക. 10ാം തലമുറ വരെ ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുവാൻ കഴിയാത്ത ആ ദേശത്തേക്ക് മടങ്ങി പോകുവാൻ എലീമലേക്ക് ഒരു തീരുമാനമെടുത്തു. ഈ തീരുമാനത്തിൽ നഷ്ടങ്ങൾ ഒത്തിരി സംഭവിച്ചു. സ്തോത്രം. നഷ്ടങ്ങൾ ഒത്തിരി സംഭവിച്ചു. ഒരു പ്രശ്നം വന്നു എന്ന് കരുതി, ഒരു വിടുതൽ നടക്കത്തില്ലെന്ന് കരുതി പ്രാർത്ഥന ഉപേക്ഷിച്ച്, ആരാധന ഉപേക്ഷിച്ച്, ഇത്രത്തോളം വന്നിട്ടും ഒരു മറുപടി എനിക്ക് കാണുന്നില്ലെന്ന് പറഞ്ഞ് ഇഷ്ടത്തിലേക്ക് മടങ്ങിപ്പോയതുപോലെ എലീമലേക്കും കുടുംബവും അന്യജാതിക്കാരുടെ ഇടയിലേക്ക് കടന്നുപോയി. അവിടെ ചെന്നത് നിമിത്തം നഷ്ടങ്ങൾ സംഭവിച്ചു. തലമുറകൾ തന്റെ ഭർത്താവ് 3 പേരുടെ മരണം അവിടെ നടക്കുവാനിടയായി. എലീമലേക്കിന്റെ തീരുമാനം നഷ്ടത്തിലേക്ക് കൊണ്ടുപോയി. എന്നാൽ അതിന്റെ 6ാമത്തെ വാക്യം കാണുമ്പോൾ യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ചു, ബെത്ലഹേമിനെ സന്ദർശിച്ചു എന്നൊരു വാർത്ത കേട്ടിട്ട് നവോമി ഒരു തീരുമാനമെടുത്തു. നവോമി എന്ന വാക്കിന്റെ അർത്ഥം സമാധാനം എന്നാണ്. പക്ഷെ ഇപ്പോൾ അവളുടെ ജീവിതത്തിൽ എന്തില്ല? ബെത്ലഹേം വിട്ടു കഴിഞ്ഞപ്പോൾ അവളുടെ ജീവിതത്തിലെ സമാധാനം അവൾക്ക് നഷ്ടപ്പെടുവാനിടയായി. കാരണം അവൾക്ക് അപ്പത്തിന്റെ ഭവനത്തിൽ ഒരല്പം വീഴ്ച വന്നപ്പോൾ അവളുടെ ഭർത്താവ് പോയത് നിമിത്തം അവളുടെ ജീവിതത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടു. കാരണം ഭർത്താവ് നഷ്ടപ്പെട്ടു, 2 ആൺമക്കൾ നഷ്ടപ്പെട്ടു, അവളുടെ ജീവിതത്തിന്റെ സ്വസ്ഥത പോയി. സ്തോത്രം. ഈ സമയത്താണ് അവൾ ഒരു വർത്തമാന ചെവിയിൽ കേൾക്കുന്നത്. സ്തോത്രം. ബെത്ലഹേമിനെ യഹോവ സന്ദർശിച്ചു. ക്ഷാമകാലത്ത് ദൈവം സന്ദർശിച്ചു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കഷ്ടതയിൽ സന്ദർശിക്കുന്ന ഒരു ദൈവമുണ്ട്. കഷ്ടതയ്ക്കകത്ത് ആര് വന്ന് സന്ദർശിച്ചില്ലേലും പ്രാർത്ഥിക്കുന്ന, നിന്നെ മറന്നു കളയാതെ വണ്ണം സന്ദർശിക്കുന്ന ഒരുവനുണ്ട്. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ സാറായെ ദൈവത്തിന്റെ ദൂതൻ വന്ന് സന്ദർശിച്ചു. പറഞ്ഞ വാക്തത്വം പോലെ, ആ ഡേറ്റ് പോലെ, ആ ആണ്ടി ദൂതൻ വന്ന് സന്ദർശിച്ചു. സന്ദർശിച്ച് എന്താ കൊടുത്തത്? വാക്തത്വം ചെയ്തതുപോലെ ഒരു ഇസഹാക്കിനെ കൊടുക്കുവാനിടയായി. സ്തോത്രം. ദൈവം വാക്തത്വം പറഞ്ഞതുപോലെ അവൻ തക്ക സമയത്ത് നമ്മളെ സന്ദർശിക്കും. പക്ഷെ ഈ സന്ദർശിക്കുന്ന സമയത്ത് നമ്മൾ ആക്കേണ്ട സ്ഥാനത്ത്, ദൈവമാക്കിയ സ്ഥാനത്ത് വിശ്വസ്തയോടില്ലെങ്കിൽ അവിടെ നമ്മുടെ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോവാനിടയായി തീരും. ഇവിടെ രൂത്തിനെ സ്തോത്രം, ഈ നവോമിയെ ദൈവം ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ നവോമി ഒരു തീരുമാനം എടുത്തു. സ്തോത്രം. ഞാൻ ബെത്ലഹേമിലേക്ക് മടങ്ങിപ്പോകും. സ്തോത്രം. ഇത് നവോമിയുടെ തീരുമാനമാ. സമാധാനം നഷ്ടപ്പെട്ട, സ്വസ്ഥത നഷ്ടപ്പെട്ട, പ്രതീക്ഷ നഷ്ടപ്പെട്ട നവോമി ഒരു തീരുമാനമെടുത്തു. ഇല്ല, ഇനി ഞാൻ ബെത്ലഹേമിലേക്ക് പോകുകയാ. മൊബാബ് എന്ന ദേശം വിട്ട് എന്റെ പിന്മാറ്റത്തിൽ നിന്ന് ഞാൻ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യത്തിലേക്ക് ഞാൻ മടങ്ങി പോകുമെന്ന് അവൾ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം അവളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളെ കാണുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ, നിങ്ങൾ ചില തീരുമാനങ്ങൾ ഇന്ന് പകൽക്കാലം എടുത്ത് സമർപ്പണത്തോടെ ആയിരുന്നാൽ ആ തീരുമാനത്തെ കൈക്കൊണ്ടുകൊണ്ട് ദൈവം ചില അത്ഭുതങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ അനുഭവിക്കുവാനിടയായി തീരും. കർത്താവ് പറയുന്നത്, തീരുമാനത്തിന്റെ അകത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം ഈ പ്രാർത്ഥനാ വേളയിൽ നിങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ആത്മാവ് ഇടപെടുക. ഇത് കഴിഞ്ഞിട്ട് ഈ രൂത്ത് എടുത്ത, നവോമി എടുത്ത തീരുമാനം സ്തോത്രം നമുക്ക് അവിടെ കാണാൻ കഴിയുമ്പോൾ, ഓർപ്പ ഒരു തീരുമാനം എടുത്ത് സ്തോത്രം ഓർപ്പ എടുത്ത തീരുമാനം സ്തോത്രം നവോമിയെ ചുംബിച്ചവൾ പിരിഞ്ഞു പോയി. സ്തോത്രം. രൂത്ത് നവോമി പറയുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ദേവന്മാരുടെ അടുക്കലേക്ക് മടങ്ങിപ്പോകാം, എനിക്കിനി മക്കളെ തരുവാനില്ല. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാം. നവോമി സ്വാതന്ത്ര്യത്തോടെ പറയുമ്പോൾ ഓർപ്പ എന്ന വാക്കിന്റെ അർത്ഥം ഇളക്കമുള്ളവൾ എന്നാണ്. സ്തോത്രം. സ്ഥിരതയില്ലാതെ നിൽക്കുന്നവൾ,
അവൾ ചുംബിച്ച് അവൾ ഒരു തീരുമാനമെടുത്തു. അവൾ ചുംബിച്ച് അമ്മാവിയമ്മയെ വിട്ടുപിരിയുക എന്ന തീരുമാനത്തിൽ ഓർപ്പ പോയി. ഓർപ്പയുടെ കാര്യം പിന്നെ ചരിത്രത്തിൽ കാണുന്നില്ല. അവൾ അവളുടെ ദേവന്മാരുടെ അടുക്കലേക്ക് പോയി. എന്നാൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് രൂത്തിന്റെ ഒരു തീരുമാനം. ആമേ സ്തോത്രം. നമുക്ക് ആമേൻ സ്തോത്രം. രൂത്തോ അതിന്റെ 15-ാമത്തെ വാക്യം 1 രൂത്തോ അവളോട് പറ്റി നിന്നു. ആരോടാ? നവോമിയോട് പറ്റി നിന്നു. ആമേ സ്തോത്രം സ്തോത്രം സ്തോത്രം. അതിന് രൂത്ത് പറഞ്ഞത്, നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണം അധികവും എന്നോട് ആമേൻ ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഈ രൂത്തിന്റെ തീരുമാനം ആമേൻ ചരിത്രത്തിന്റെ വലിയൊരു അധ്യായം തുറക്കുകയാണ്. അവൾ എടുത്തൊരു തീരുമാനം. നമ്മൾ ചിന്തിക്കണം, അവൾക്ക് മൊബാബിയ സ്ത്രീയാണ്, അവൾക്ക് യഹോവയെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല. പക്ഷെ നവോമി പറയുന്ന ചില കാര്യങ്ങൾക്ക് അവൾക്ക് അറിയാൻ സാധിക്കും. പക്ഷെ അവൾക്ക് ആമേൻ ദൈവവുമായിട്ടൊരു ബന്ധമില്ലാത്ത, ഒന്നും അറിയാത്ത, ആമേൻ സ്തോത്രം, ഒരിക്കലും ആമേൻ നിയമപ്രകാരം ന്യായപ്രമാണ പ്രകാരം കടന്നു ചെല്ലുവാൻ കഴിയാതെ കിടക്കുന്ന ഒരു ജാതീയ സ്ത്രീ ആമേൻ അവൾ എടുത്ത ഒരൊറ്റ തീരുമാനം. ആമേൻ സ്തോത്രം. അവൾ ചരിത്രത്തിൽ ഇടം നേടി. ആമേൻ ദാവീദ് വംശത്തിനകത്ത് കയറി. ആമേൻ യേശു ക്രിസ്തുവിന്റെ ചരിത്രത്തിനകത്തേക്ക് അവൾക്കൊരു ഇടം കിട്ടുവാനിടയായി. അവൾ അവളുടെ ദേവനിലേക്ക് മടങ്ങിപ്പോവാതെ, അവളുടെ സ്വന്തം ഇഷ്ടത്തിലേക്ക് അവൾ യാത്ര ചെയ്യാതെ അവൾ എടുത്ത ഒരൊറ്റ തീരുമാനം, എന്തു വന്നാലും ഈ ദൈവത്തെ വിട്ട് ഞാൻ മാറത്തില്ല. ഈ ദൈവത്തിന് എന്തോ പ്രത്യേകതയുണ്ട്. എന്റെ അമ്മായിയമ്മ സേവിക്കുന്ന പറയുന്ന ഈ ദൈവം ഒരത്ഭുതങ്ങളുടെ ദൈവമാ. ഈ ദൈവത്തെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് അവൾ മുറുകെ പിടിച്ച് അവളുടെ തീരുമാനം വലിയ അത്ഭുതത്തിലേക്ക് അവളെ കൊണ്ട് എത്തിക്കാനിടയായി. ഇന്ന് പകൽക്കാലം പ്രിയ ദേവമക്കളെ, പറ്റി നിന്നാൽ, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും. പറ്റിയിരിക്കുന്നത് ആരോടാണ്? ആമേ സ്തോത്രം. ഒരു വ്യക്തിയോട് പറ്റിയിരുന്നാൽ കുറെ കഴിയുമ്പോൾ ആമേ പ്രശ്നം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ ആ വ്യക്തി നമ്മളെ കണ്ടില്ലെന്ന് മാറിപ്പോകും. ആമേ സ്തോത്രം. ആമേൻ ആമേൻ. ഒരു പണത്തിലുള്ള ഒരു വ്യക്തിയാണോ നമ്മൾ ആശ്രയിക്കുന്നത്, നമ്മുടെ ചില വിഷമഘട്ടത്തിൽ നമ്മൾക്ക് നേരെ മുഖം തിരിച്ച് മാറിപ്പോകും. പക്ഷേ രൂത്ത് പറ്റി നിൽക്കാൻ തീരുമാനിച്ച ദൈവം അവളെ വിട്ടുപിരിയാതെ അവളോട് കൂടെ നിന്ന് അവൾക്ക് വേണ്ടി അത്ഭുതം ചെയ്ത് ഒരു യവകുമാരത്തിന്റെ ഉടമസ്ഥയാക്കി, ആമേൻ ഒരു ബോബസിന്റെ വയലിന്റെ അധികാരിയാക്കി ദൈവം അവളെ തീർത്തു. സ്വജാതിക്കാരിയല്ലാത്ത ആമേ രൂത്തിന്റെ മേൽ ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ, നിങ്ങളോട് പരിശുദ്ധാത്മ വിളിച്ചു പറയാ, നിങ്ങൾ ഏത് അവസ്ഥയിൽപ്പെട്ടവരായാലും, നിങ്ങൾ ഏത് തലത്തിലൂടെ കടന്നു പോകുന്നവരും കർത്താവിന് പ്രശ്നമല്ല. നിങ്ങൾ എടുക്കുന്ന തീരുമാനം, ആമേ തീരുമാനം നമ്മളാ എടുക്കേണ്ടത്. ആമേ കുടുംബത്തിനകത്ത് ഒരു തീരുമാനം എടുക്കണമെങ്കിൽ എന്റെ ഭർത്താവല്ല എടുക്കേണ്ടത്, ഞാനാ എടുക്കേണ്ട എന്റെ തീരുമാനം. ഞാൻ എങ്ങനെ ദൈവത്തെ ആരാധിക്കും, ഞാൻ എങ്ങനെ ദൈവത്തെ സ്നേഹിക്കും, ഞാൻ എങ്ങനെ ദൈവത്തെ ബഹുമാനിക്കും, ഇതിനകത്ത് ഭർത്താവിന് പങ്കില്ല. എന്റെ തീരുമാനത്തിനകത്ത് എന്നെ കാണുന്ന ഒരുവനുണ്ട്. ദൈവമക്കളെ, നമ്മളെ നടത്തുന്ന ഒരു ദൈവം, നമ്മളെ കരുതുന്ന ഒരു ദൈവം, നമ്മളെ വിട്ടുമാറാത്ത ഒരു ദൈവം. ഇന്ന് പകൽക്കാലം പറയുക, രൂത്ത് എടുത്ത തീരുമാനത്തിനകത്ത് രൂത്തിനു വേണ്ടി ഇറങ്ങി വന്ന അത്ഭുതങ്ങളെ ചെയ്തെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു തീരുമാനം എടുക്കുക. എന്തു വന്നാലും വിട്ടുപിരിയത്തില്ല. ഉടരവ ശബരഘടക അടകരകച്ചുനാരവസ്യ പറ്റി നിൽക്കും. ആമേ ചേർന്ന് നിൽക്കും. കർത്താവേ, ചില പ്രവൃത്തി കാണുന്നത് വരെ നിന്നെ വിട്ടുപിരിഞ്ഞൊന്നും എന്റെ ജീവിതത്തിൽ ഇല്ല. ആരൊക്കെ എന്നെ എന്തൊക്കെ പറഞ്ഞാലും എന്നോട് പറഞ്ഞൊരു വാക്തത്വത്തെ ഞാൻ മുറുകെ പിടിക്കുന്നെന്ന് ഇന്ന് ഈ പകൽക്കാലം എത്ര പേര് പറയുന്നു? നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചില ദൈവപ്രവൃത്തിയുടെ ചലനങ്ങൾ അസാധാരണമായത് വ്യക്തമായി കാണുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങളോട് ദൂത് വിളിച്ചു പറയാ. നിന്നെ ഒറ്റപ്പെടുത്തട്ടെ, തള്ളിക്കളയട്ടെ,
മാറയെന്ന് പറയട്ടെ. ഉടവന നിന്നെ എന്തിനു കൊള്ളാമെന്ന് പറയട്ടെ. ഉടവന റമന ഔട്ടിവിനിയ നിന്റെ കഴിവുകളെ ചോദ്യം ചെയ്ത് നിന്നെ ഒറ്റപ്പെടുത്തി ഒരു മൂലക്കിരുത്തുമ്പോഴും കർത്താവ് നോക്കിക്കൊണ്ട് പറയുക, മകളെ നിന്നെ എനിക്ക് ആവശ്യമുണ്ട്, മകളെ നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. ഇവിടെ രൂത്ത് എടുത്ത ഒരു തീരുമാനം, നവോമി എടുത്ത ഒരു തീരുമാനം. ആമേ സ്തോത്രം. രണ്ടും കൂടെ ചേർന്ന് നിന്നപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ചാലിലേക്ക് അവർ കയറുക. ഇന്ന് പകൽക്കാലം തീരുമാനത്തിന്റെ അകത്ത് ചിലരോട് ദൈവം വ്യക്തമായി ദൂത് പറയുന്നു, തീരുമാനത്തിൽ ഉറച്ചു നിന്നാൽ ഇതുവരെ കാണാത്ത വഴിത്തിരിവുകൾ ജീവിതത്തിനകത്ത് ഉടറവലവ ശാന്തരവരവല അടകാർക്കത്തുനവച്ചസ്യ ശൈനി ദൈവാത്മാവ് പറയുന്നു, ആമേ സ്തോത്ര മകളെ, നീ ഭാരപ്പെടണ്ട, നിന്നെ ഞാനാ വിളിച്ചത്, നിന്നെ ഞാനാ തെരഞ്ഞെടുത്തത്. ഉടറവ ശാന്തലകടകരകത്തുന അക്സസി വായിച്ചമനി ആന്തറ കൂരക്കറ്റുന. രൂത്തിനോട് പറഞ്ഞൊരു ദൂത്, എന്റെ മകളെ നിന്നോട് ദൈവാത്മാവ് പറയുക, നീ ഈ വയലിൽ ആമേ നിന്നാൽ നീ മറ്റൊന്നിൽ പറക്കാൻ പോകണ്ട, ഈ വയലിൽ നിനക്ക് വേണ്ടുന്നത് ഒരുക്കിയിട്ടുണ്ടെന്ന്. ആമേ സ്തൂഡാറക ശൈനി ആത്മാവ് നിന്നോട് പറയും, നീ എടുത്ത തീരുമാനം, നിന്റെ അകത്ത് കിടക്കുന്ന ചില വേദനയുടെ വിഷയങ്ങളെ പരിശുദ്ധാത്മാവ് തൊട്ടിട്ട അതിനകത്ത് ഇന്നു വരെ കാണാത്ത ഒരു ചലനങ്ങളെ ശത്രു അടച്ച് പൂട്ടിയിട്ട ആമേ മേഖലകൾ നിനക്ക് വേണ്ടി ഞാൻ തുറന്നു തരുമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമാന്റെ ദാസി ദൂത് വിളിച്ചു പറയുക. കർത്താവ് ഇങ്ങനെ പറയുന്നു, മകളെ എന്നെ കാണിക്കുന്നു, ഒരു ദൈവത്തിന്റെ ദൂതൻ വന്ന് നിന്റെ അടുക്കൽ വന്ന് നിന്നിട്ട് പറയുക, ഭയപ്പെടേണ്ട, നിനക്ക് എന്റെ കൃപ ലഭിച്ചിരിക്കുന്നു. നിന്നിലൂടെ ചത്തതിനെ പുറത്തെടുക്കും, ജീവനില്ലാത്തതിനെ പുറത്തെടുക്കുന്നതോടൊപ്പം നീ വ്യക്തിപരമായി നീറിപ്പുകയുന്ന നിന്റെ ചില മേഖലകളെ ഞാനിതാ തുറന്ന് നിനക്ക് വേണ്ടി ഉടമന റീക്കമന ചൂടെ സ്വചനത്തിന്റെ നടുവിൽ നിന്റെ കൊമ്പുയരത്തക്ക വേണം ഒരത്ഭുത പ്രവൃത്തി ഇതാ നിനക്ക് മുൻപ് തുറക്കാൻ സമയമായി. ഡേറ്റിട്ട് പ്രാർത്ഥിച്ച പല മേഖലകൾ കഴിഞ്ഞു പോയി, പല രേഖകൾ നിന്റെ മുൻപിൽ വന്നു, ദീപാറി തകർന്നു പോകും, തരിപ്പണമാകുമെന്ന് നീ സ്വപ്നം കണ്ടതുപോലെ പലപ്പോഴും കർത്താവേ ഞാൻ പ്രതീക്ഷിച്ചതല്ലല്ലോ, ഞാൻ ചിന്തിച്ചതല്ലല്ലോ, പക്ഷെ എന്തുകൊണ്ടെന്ന് ചില ചോദ്യങ്ങൾക്ക് പിന്നിൽ എനിക്ക് പല പദ്ധതികളുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, മകളെ നീ എഴുന്നേൽക്ക്, ഒരു ദെബോറയെ പോലെ നീ എഴുന്നേൽക്ക്. എന്റെ ആത്മാവ് നിനക്ക് ജ്ഞാനത്തെ പകർന്നു തന്ന് എങ്ങനെ പോകണം, എന്ത് ചെയ്യണം, എന്ത് പ്രവർത്തിക്കണം എന്നുള്ളത് ആത്മാവ് നിനക്ക് ഗൈഡൻസ് തന്ന് നിന്നെ ഞാൻ കരം പിടിച്ച് നടത്തും. ചോദ്യചിഹ്നങ്ങളുണ്ട്, കുത്തുവാക്കുകളുണ്ട്, നിന്ദകളുണ്ട്, പരിഹാസങ്ങളുണ്ട്, പക്ഷെ ഇതിന്റെ നടുവിൽ എന്റെ ആത്മാവ് നിന്നോട് കൂടെ ഇരുന്ന് ഞാനാ നിന്നെ തെരഞ്ഞെടുത്തതെന്നും ഞാനാ നിന്നെ വിളിച്ചതെന്നും 3 കാര്യങ്ങളുടെ മറുപടി തന്ന് ഞാൻ നിന്നെ ബോധ്യപ്പെടുത്തി ചിലതിന്റെ വായ് ഞാൻ അടപ്പിച്ച് കളയുമെന്ന് പരിശുദ്ധാത്മാവ് എന്റെ ദാസിയോട് ദൂത് വിളിച്ചു പറയുകയാണ്. ആമേൻ ആമേൻ. പ്രിയതേ മക്കളെ, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് രൂത്ത് എടുത്ത തീരുമാനം അവരുടെ ജീവിതത്തിൽ അത്ഭുതത്തിൽ ചെന്നു. ആമേൻ. നമുക്ക് കാണാൻ കഴിയും. ആമേൻ. 1-ന്റെ ലാസ്റ്റ് വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അവർ മടങ്ങി വന്നപ്പോൾ അവർ യവക്കൊയ്ത്തിന്റെ ആരംഭത്തിലാണ് ബെത്ലഹേമിൽ എത്തിയത്. ആമേ സ്തോത്രം. നവോമിയുടെ സമാധാനം നഷ്ടപ്പെട്ട അവള് പറയുന്നു, എന്നെ നവോമി എന്ന് വിളിക്കരുത്, മാറ, കൈപ്പുള്ളവളെന്ന് വിളിക്കെന്ന് പറയുന്ന നവോമി എത്തപ്പെട്ടത് അവൾക്കൊരു മടങ്ങി വരണമെന്ന് അവളുടെ ഉള്ളിൽ വന്ന പ്രേരണ അവളെ കൊണ്ടുവന്ന് എത്തിച്ചത് ഒരു യവക്കൊയ്ത്തിന്റെ ആരംഭത്തില. ഇന്ന് പകൽക്കാലം ചില ദൈവപ്രവൃത്തിയുടെ കഷ്ടങ്ങൾ ഇതിനു മുമ്പ് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്നെ ചിലതിലേക്ക് മടക്കി വരുത്തിയതിന്റെ പിന്നിൽ നീ എത്തപ്പെട്ട് നിൽക്കുന്ന വാതിൽ ഒരു കൊയ്ത്തിന്റെ വാതിലിന്റെ മുൻപില. നിന്റേതായ ചില വിടുതലുകളുടെ മുൻപിലാണ് ചിലര് വന്ന് നിൽക്കുന്നതെന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. തോമസ് പരിശുദ്ധാത്മാവ് പറയുന്നു, മകളെ പ്രാർത്ഥിച്ചോ, കെട്ടപ്പെട്ടു പോയെന്ന് ചിന്തിക്കുന്ന ചില മേഖലകൾക്കകത്ത് വാതിലുകളിലൂടെ ഞാൻ കൊണ്ടുവന്നെത്തിച്ച് ചില ഇരുമ്പ്, എന്നെ അങ്ങനെ തന്നെ പറയും, ഇരുമ്പ്
ദിക്തി മനാതികര കത്തുരി ബിരിബരബരബച്ച ഇരുമ്പ് വാതിൽ ആമേ തുറക്കത്തെ സാധ്യതയില്ല, പക്ഷെ സ്വത്തവേ അത് തുറക്കും. ഈ ദിവസം അത് ഓപ്പൺ ആക്കുകയാ. നീ പ്രാർത്ഥിച്ചോ. ചില വിഷയത്തിനകത്ത് ചലിക്കത്തില്ലെന്ന് പറഞ്ഞ് കിടക്കുന്നത് ശത്രു അടച്ചു പൂട്ടിക്കെട്ടി ആമേ നന്മ ഒരുക്കി വരുന്നത് തടയുന്ന ചില മേഖലകൾ, വെളിപ്പെടേണ്ട വിടുതലുകൾ തകർത്ത് കളയുന്ന ചില വിഷയങ്ങൾ ഈ ദിവസം യഹോവയെ എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണം, എന്നോട് പൊരുതുന്നവരോട് പൊരുതണമേ. ഈ ദിവസങ്ങളിൽ മകളെ, നീ ചിന്തിക്കുന്നത് പോലല്ല എന്റെ ചില പ്രവർത്തികൾ. നിന്റെ ചിന്തകൾക്കപ്പുറമായി എനിക്ക് ചില പ്രവർത്തികൾ നിന്റെ മുൻപിൽ വെളിപ്പെടുത്താനുണ്ടെന്ന് പരിശുദ്ധാത്മാവ് എന്റെ ദാസിയോട് തൂത് വിളിച്ച് പറയുക. ഉടരവല, നീ ഉണർന്നിരുന്ന് പ്രാർത്ഥനയിൽ പോരാടിക്കോ. ദീപം കർത്താവ് ഇങ്ങനെ പറയുന്നു, ഒരു വലിയ കുഴിക്കകത്ത് നിന്ന് നിന്നെ ഞാൻ പിടിച്ച് കയറ്റി നീ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായി പുറത്തേക്ക് വലിച്ചെടുക്കുന്ന ഒരു കരം. ഓ ചില വിഷയത്തിൽ നീ താണു പോകുമെന്ന് നീ ചിന്തിക്കുന്നുണ്ട്, പക്ഷെ താണു പോകത്തില്ല. അതിനകത്തുനിന്ന് നിന്നെ ഞാൻ പുറത്തേക്ക് വലിച്ചു കയറ്റും, നിന്നെ ഞാൻ പുറത്തേക്ക് വലിച്ചു കയറ്റും. മകളെ, ദൈവാത്മാവ് ഇങ്ങനെ ഒരു ദൂത് പറയുന്നു, മറിയ നോക്കിയാറെ കല്ല് ഉരുണ്ട് നീങ്ങിയതായി കണ്ടു. ആമേൻ, സ്തോത്രം. അവൾ എടുത്ത ഒരു തീരുമാനമുണ്ട്, അധികാലത്ത് ഞാൻ കല്ലറിയിലേക്ക് ഓടും. ഇരുട്ടുണ്ടെങ്കിലും പടയാളികൾ ഉണ്ടെങ്കിലും ഇതൊന്നും എനിക്ക് വിഷയമല്ല. സ്തോത്രം. എനിക്ക് എന്റെ ക്രിസ്തുവിനെ കാണണം, എന്റെ യേശുവിനെ കാണണം. ആ തീരുമാനം അവളുടെ മുന്നിൽ നിൽക്കവേ തന്നെ അവളുടെ അകത്ത് കാണുന്ന ഒരു കാഴ്ചയുണ്ട്, ഭയങ്കര ഒരു കല്ല്. ഇതാരുരുട്ടി മാറ്റും? പക്ഷെ ഇന്ന് പകൽക്കാലം പറയുന്നു, തീരുമാനമെടുത്ത് ഓടാൻ സ്റ്റെപ്പ് വെക്കാൻ തയ്യാറായ മറിയയ്ക്ക് വേണ്ടി അവൾ ചെല്ലുന്നതിന് മുമ്പേ ദൂതൻ കല്ലുരുട്ട് മാറ്റി കളഞ്ഞു. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ദൂത് പറയുക, ഉടരവല്ല തീരുമാനത്തിൽ എനിക്ക് പിന്നെയും പരിശുദ്ധാത്മാവ് ദൂതിനോടുള്ള ബന്ധത്തിൽ തന്നെ തീരുമാനങ്ങളുടെ അകത്തേക്ക് കൊണ്ടുപോകുക. ഇതിനകത്ത് ജന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കട്ടെ, ചഞ്ചലപ്പെട്ടിരിക്കരുത്. തീരുമാനമെടുത്താൽ നിന്റെ മുൻപിലെ തടസ്സങ്ങളെ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റിക്കൊണ്ട് ചില വാതിലുകൾക്കകത്തേക്ക് കാണുവാൻ തക്കവണ്ണം ചില മഹത്വം ഇറങ്ങി വരുമെന്ന് ദൈവാത്മാവ് എന്റെ ജനത്തോട് ഇന്ന് പകൽക്കാലം ദൂത് വിളിച്ചു പറയുക. അറകവന ദുരമനവ ശാന്തൽ കടക റീക ധുനാഥകനവസ്യ. പ്രിയതേ മക്കളെ, യൂത്ത് എടുത്ത തീരുമാനം, യൂത്ത് ചെന്നെത്തുന്നത് ഒരു വയലിലേക്കാ. കാലപറക്കാൻ ഏറ്റവും പുറകിൽ നിന്ന് അവൾക്ക് അറിയത്തില്ല. അവൾ പറക്കുമ്പോൾ അവിടെ ഉടമസ്ഥൻ ബോബസ് വരുമ്പോൾ എത്രയോ പേർ കാലപ്പിറക്കുന്നുണ്ടെങ്കിലും അവന്റെ ദൃഷ്ടി ഇവളിലേക്ക് പതിയുകയാ. തീരുമാനമെടുത്ത രൂത്തിനു വേണ്ടി ഒരു വയൽ. സ്തോത്രം. തീരുമാനമെടുത്ത രൂത്തിനു വേണ്ടി ഒരു ബോബസിന്റെ ദൃഷ്ടി. സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽക്കാലം ഈ ദൂതൊക്കെ ഇതിനകത്തിരിക്കുന്നവരോട് കണക്റ്റഡാ. നിങ്ങൾക്ക് വേണ്ടുന്നത് നിങ്ങൾ പറക്കിയെടുത്തോ. തീരുമാനമെടുത്ത രൂത്തിനെ കാണുവാൻ ഈ ലോകത്തിന്റെ ബോബസിന് കഴിഞ്ഞില്ലെങ്കിലും സ്വർഗീയ ബോബസിന്റെ ദൃഷ്ടി അവരുടെ മേലേക്ക് വെളിപ്പെടുകയാ. പ്രിയതേ മക്കളെ, ഒരിക്കൽ ഞാൻ എന്റെ ചർച്ചിൽ ചെന്ന് ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഞങ്ങൾ പോകുന്ന ചർച്ചിൽ, അന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ചർച്ച് ഭയങ്കരമായ ഒരു വലിയ ചർച്ചാണ്. ആ ചർച്ചിനകത്ത് എന്റെ കുഞ്ഞുമായിട്ട് ഞാൻ ചെന്നിരിക്കുമ്പോൾ, പൊടിക്കുഞ്ഞാണ് അന്ന് മോന്. സ്തോത്രം. ഞാൻ ഏറ്റവും പുറകിൽ ചെന്നിരുന്നു. സ്തോത്രം. എന്റെ ചില വിഷയം കാരണം എന്റെ ഹസ്ബൻഡ് ഇന്നില്ല, പുള്ളി ഇന്ന് മരിച്ചുപോയി. 4 വർഷമായി എന്റെ ഹസ്ബൻഡ് മരിച്ചിട്ട്. 5ാമത്തെ വർഷമാണ്. അന്ന് ഒറ്റപ്പെട്ട് ഞങ്ങൾ വിശ്വാസത്തിൽ ഇറങ്ങി. പുള്ളിയുടെ കുടുംബത്തിൽ നിന്ന് ഭയങ്കര പ്രതിസന്ധികൾക്കകത്തൂടെ ഇറങ്ങി ഞങ്ങൾ ഒരു വാടക ഭവനത്തിൽ താമസിക്കുമ്പോൾ ഞാൻ ചർച്ചിൽ വന്ന് പുറകിലിരിക്കുമ്പോൾ എല്ലാവരും ഒത്തിരി പണക്കാരാണ് അവിടെ ഇരിക്കുന്നത്. ഭയങ്കര ചർച്ചാണ്. പുറകിലിരിക്കുമ്പോൾ ആരും അറിയാതെ ഒഴുകുന്ന കണ്ണുനീര്. സ്തോത്രം. വീഴുന്ന കണ്ണുനീര്. ഞാൻ ഇങ്ങനെ ഇങ്ങനെ കത്രിമേശ ശുശ്രൂഷ, വചന ശുശ്രൂഷ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ
പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഏറ്റവും പുറകെ ഞാനിങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ച വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ദൈവം ഒരു വെളിപ്പാട് കാണിച്ചു. ആമേൻ, സ്തോത്രം. ആമേൻ, ആ പുൽപ്പിറ്റിന്റെ അങ്ങേ അറ്റത്തു നിന്ന് ഏകദേശം ഒരു 10-80 ആമേൻ ആൾക്കാരെ കവർ ചെയ്തിട്ട് ഒരു മനുഷ്യൻ എന്റെ നേർക്ക് നടന്നു വന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് ആ കൈ കൊണ്ട് എന്റെ കണ്ണുനീര് രണ്ട് തുടച്ചു. നീങ്ങി പോകുന്ന കാഴ്ച ഞാൻ കണ്ടു. പ്രിയതേ മക്കളെ, അന്ന് ഞാൻ മനസ്സിലാക്കി എന്റെ കർത്താവ് എത്ര ആൾക്കൂട്ടത്തിന്റെ അകത്തും തകർന്ന ഹൃദയത്തെ, നുറുങ്ങിയ ഹൃദയത്തെ കാണാതെ അവൻ പോകത്തില്ല. അതുകൊണ്ടാ പ്രിയതേ മക്കളെ, ആമേ സ്തോത്രം, വൃത്തിയുമായി വഴിയരികിൽ ഇരുന്ന് നിലവിളിക്കുമ്പോൾ, അവൻ കടന്നു പോകുമ്പോൾ, ആമേ സ്തോത്രം, വൃത്തിമായുടെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടതാ. ആമേ സ്തോത്രം, അവൻ കണ്ടിട്ടില്ല യേശുവിനെ, ചെവിയിൽ കേട്ടിട്ടേ ഉള്ളൂ ഒരു ദാവീദ് പുത്രൻ വരുമെന്ന്. ആമേ പ്രവാചകരിലൂടെ ശബ്ദം അവൻ അറിയാം. അവൻ വന്നാൽ ഞങ്ങൾക്കെല്ലാം വിടുതലാണെന്നറിയാം. പക്ഷെ യേശുവാണെന്ന് അവൻ അറിയത്തില്ല. പക്ഷെ പുരുഷാരം വരുന്ന സൗണ്ട് കേട്ടപ്പോൾ അവന് മനസ്സിലായി, ഇത്ര പുരുഷാരം വരുന്നെങ്കിൽ ആ യേശുവായിരിക്കും വരുന്നതെന്ന്. പക്ഷെ ദാവീദ് പുത്ര, എന്നോട് കരുണ ഉണ്ടാകണമേ എന്ന് ഭർത്തിമായി നിലവിളിക്കുമ്പോൾ ശിഷ്യന്മാർ അവനെ ശാസിച്ചു. പക്ഷേ അവൻ ഏറ്റവും അധികം നിലവിളിക്കാൻ കാരണം എന്താണെന്ന് അറിയാം. അവൻ അറിയാം ഈ പോന്ന ആൾ ആരാണ്. പുരുഷന്മാർ പിടിച്ചു നിർത്തിയിട്ടും അവൻ അധികം നിലവിളിച്ചപ്പോൾ ആ നിലവിളിയിൽ യേശു അവിടെ നിന്നു. ആമേ സ്തോത്രം. യേശു അവിടെ നിന്നു. രക്തസ്രവമുള്ള സ്ത്രീ തൊട്ടപ്പോൾ യേശു അവിടെ നിന്നു. ഇന്ന് പകൽക്കാലം കർത്താവ് ചരിത്രം നോക്കിയല്ല വരുന്നേ, പണം നോക്കിയല്ല വരുന്നേ, പാരമ്പര്യം നോക്കിയല്ല വരുന്നേ. ആമേൻ, ആൾബലം നോക്കിയല്ല വരുന്നേ, കുടുംബത്തിന്റെ ശ്രേഷ്ഠത നോക്കിയല്ല വരുന്നത്. ആമേൻ, ഒറ്റപ്പെട്ട് നിൽക്കുന്നതിനെ, തകർന്നതിനെ, ആരുമില്ലാത്തതിനെ, തള്ളിക്കളയുന്നതിന്റെ കണ്ണുനീരിന്റെ മുൻപിൽ അവൻ നിൽക്കുമെന്ന് ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ ദൂതേറ്റെടുക്കുക. നിന്നെ പാസ്റ്റ് തള്ളി എന്ന് പറഞ്ഞേക്കാം, ചില വ്യക്തികൾ നിന്നെ ഒറ്റപ്പെടുത്തി എന്ന് വെച്ചേക്കാം, നീ പലതാണെന്ന് ചിത്രീകരിച്ചേക്കാം. പക്ഷെ അതൊന്നുമല്ല വിഷയം. നിന്റെ ഹൃദയത്തിന്റെ നിലവാരത്തെ കാണുന്ന ഒരുവൻ നിന്റെ മുൻപിലുണ്ടെന്ന വിശ്വാസത്തോടെ അവനെ ഇന്ന് കയറി പിടിച്ചോണം. അവൻ ഇന്ന് നിൽക്കും. ഒരു ലക്ഷറി കാറിനകത്ത് വന്നിറങ്ങിയാൽ യേശു നിക്കത്തില്ല. കോടികളുടെ മുൻപിൽ യേശു നിക്കത്തില്ല. വേദനിക്കുന്ന കരയുന്ന നിന്റെ മുൻപിൽ യേശു നിൽക്കും. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് ശക്തമായ ഒരു ദൂത് ഇന്ന് പകൽക്കാലം ഞാൻ എടുത്ത ഒരു ദൂതിലേക്കുമല്ല, ആത്മാവ് നിങ്ങളോട് കൃത്യമായി സംസാരിച്ചു കൊണ്ടിരിക്കുക. ആത്മാവ് പറയുന്നു, ഇതിനകത്ത് തകർന്നിരിക്കുന്ന ചിലരെ നോക്കി. സോളമൻ ജയ്സൺ പരിശുദ്ധാൻ പറയുന്നു, മകളെ അത്തനെ നിനക്ക് പലതിനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ കരഞ്ഞാൽ നിനക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരുവൻ നിന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. കർത്താവ് ഇങ്ങനെ എന്നോട് പറയുന്നു, ഗുരു വന്നിട്ടുണ്ട്. മകളെ, ഗുരു വന്നിട്ടുണ്ട്. നാട്ടം വെച്ച് 4 ദിവസമായി കല്ലറയിലിരിക്കുന്ന, അഴുകിപ്പോയെന്ന് പറയുന്ന മേഖലകളെ പുറത്തു കൊണ്ടുവന്ന് പന്തിയിലിരുത്താൻ നിനക്കൊരു ഗുരു ഉണ്ടെന്ന് ഇന്ന് പകൽക്കാലം നീ ഉറച്ചോ. ദൈവാത്മാ പറയുന്നു, ഗുരു വന്നിട്ടുണ്ട് മകളെ, കയറി പിടിച്ചോ. അവൻ വന്നാൽ വിടുതൽ തരാതെ പോകത്തില്ല. അവൻ വന്നാൽ, അവൻ നിന്നാൽ നിന്റെ വിഷയത്തിന് വിടുതല. അവനെ നിന്ന് ശക്തി പുറപ്പെട്ടാൽ വിഷയത്തിന് വിടുതല. ആരാധിച്ചില്ലേലും ഞാൻ ആരാധിക്കും, ആര് പ്രാർത്ഥിച്ചില്ലേലും ഞാൻ പ്രാർത്ഥിക്കും, ആര് ഞാൻ സ്തോത്രം പറയും. അത് ഞാൻ ദൈവവുമായിട്ടുള്ള ബന്ധമാ, എന്റെ യേശു ഞാനുമായിട്ടുള്ള ബന്ധമാ. ചില വാക്കുകൾ ചിലരെ വേദനിപ്പിക്കുന്നുണ്ട്, ചില വിഷയങ്ങൾ ചിലരെ വേദനിപ്പിക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ആ വാക്കിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് കർത്താവിന്റെ വാക്കിലേക്ക് വലയിറക്ക്. ദൈവാത്മാ പറയുന്നു, നീ ചില മറുപടി കാണും, നീ ചിലയിടത്തേക്ക് എത്തപ്പെടും. ദൈവാത്മാ പറയും, നീ ക്രിസ്ത്യൻ മീഡിയക്കകത്ത് പരിശുദ്ധ
പരിശുദ്ധാത്മാവിന്റെ ചലനമുണ്ട്. വ്യക്തമായി ദൈവാത്മാവ് പറയുന്നു, അസ്ഥികളെ ജീവിപ്പിച്ച ദൈവം, ചിതറിപ്പോയി അസ്ഥികളെ കൂട്ടിച്ചേർത്ത ദൈവം, അവിടെ ഇവിടെ കിടക്കുന്ന വിഷയങ്ങൾക്കകത്ത് ദൈവിക ചലനങ്ങൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് തരും. എത്ര പേര് വിശ്വസിക്കുന്നു? ഇന്ന് ദൂതേറ്റെടുത്തോ, നടക്കത്തില്ലെന്ന് പറയുന്നത്, ചലിക്കത്തില്ലെന്ന് പറയുന്നത്, തളർന്നു കിടക്കുന്നെന്ന് പറയുന്നത്, എഴുന്നേൽക്കത്തില്ലെന്ന് പറയുന്നത്, വീട്ടിൽ ഇല്ലെന്ന് പറയുന്നത്, ഒരു സൈന്യമാക്കി ദൈവം ഇതിനകത്ത് എഴുന്നേൽപ്പിക്കും. കർത്താവ് പറയുന്നു, അമേരിക്ക എന്നൊരു പാസ്റ്റർ വരണ്ട, ലണ്ടനിൽ നിന്നൊരു പാസ്റ്റർ വരണ്ട, ഒരിടത്തുമുള്ള അത്ഭുതങ്ങളുടെ പാസ്റ്റർ വരണ്ട. ഇന്ന് പകൽക്കാലം ആമേൻ ആമേൻ ചൈനി നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അസാധാരണമായ കൃപയിലേക്ക് ദൈവം നടത്തും. വാക്കുകൾ തീയാക്കി മാറ്റും. ആത്മാവ് പറയുന്നു, പ്രാപിച്ചു കയറണം, വിടുതൽ പ്രാപിച്ചു കയറണം. ഇതിനകത്തിരിക്കുന്നത് ഓരോ തീക്കട്ടയായി മാറിക്കഴിഞ്ഞാൽ ചില ചലിക്കാത്ത വിഷയങ്ങൾ ഇതിനകത്ത് ചലിക്കും. അസാധാരണമായ ചില വിടുതലുകൾ ഇതിനകത്ത് സംഭവിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ദൂത് വിളിച്ചു പറയുക. ആന്റണി ആത്മാവ് പറയുന്നു, മകളെ പ്രാപിച്ചോ, ദൈവശക്തി പ്രാപിച്ചോ, ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ കൃപ ഏറ്റെടുത്തോ. ദൈവാത്മാവ് പറയുന്നു, നാട്ടപ്പെട്ടത് ഞാൻ തരുമേ, മടക്കി തരുമേ, ചില വിടുതലുകൾ നീ കാണുമേ. ഒരു റൂത്തിനോട് പറഞ്ഞതുപോലെ നീ സമർപ്പിച്ചു കൊടുത്തോ. ചിലതിനെ പിടിച്ച് കെട്ടിവെച്ചിരിക്കുന്ന കേട്ടുകൾ കർത്താവ് ഈ ദിവസം അറുത്തു മാറ്റും. ചില ബന്ധനങ്ങൾ കർത്താവ് അറുത്തു മാറ്റും. ചില വിടുതലുകളെ തടയുന്ന ശക്തികളെ കർത്താവ് ഈ ദിവസം വെട്ടിമാറ്റും. പരിശുദ്ധൻ പറയുന്നു, ഒരു വലിയ സൈന്യമായി ദൈവത്തിന് ഇതിനെ എഴുന്നേൽപ്പിക്കാൻ പദ്ധതിയുണ്ട്. കർത്താവ് പറയുന്നു, ഇത് 7 ദിവസമല്ല, 21 അതിലപ്പുറത്തേക്കുള്ള പ്രവൃത്തിയിലേക്ക് ഇത് കയറാൻ പോകുക. ദൈവം ചില വാതിലുകളിലേക്ക് തുറക്കാൻ പോകുക. അഭിഷേകത്തിന്റെ ഒഴുക്ക്, ആത്മനിറവിന്റെ ഒഴുക്ക്, ദൈവ പ്രവൃത്തിയുടെ ഒഴുക്ക്. ആമേൻ ആമേൻ. ഒരു യായൽ കൂടാരത്തിൽ ഇരുന്നത് ആർക്കും അറിയത്തില്ല. പക്ഷെ കുറ്റിയൂരി സീസറെ തറച്ചു കഴിഞ്ഞപ്പോൾ യായൽ ആരെന്ന് പുറത്തു വന്നു. ഇന്ന് പകൽക്കാലം നിന്നെ ഒതുക്കിയ ചില സീസറെ, നിന്നെ തകർത്ത ചില സീസറെ, നിന്നെ തകർത്തുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ ഇന്ന് പകൽക്കാലം ആത്മാവിന്റെ കുറ്റിക്കകത്ത് വചനത്തിന്റെ ശക്തിയാ ഇതിനെ തറച്ചുകൊണ്ട് ചില വിടുതലുകൾ ചില കുടുംബങ്ങൾക്കകത്ത് ആത്മാവ് നൽകും. ചില കെട്ടപ്പെട്ട കഴുതകളെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് നിന്ന് അഴിച്ചു പുറത്തു കൊണ്ടുവരും. കർത്താവ് പറയുന്നു, ഇതിനകത്ത് കൃപാവരമുള്ളവരെ പരിശുദ്ധാത്മാ പുറത്തേക്ക് എടുക്കാൻ പോകുക. ഇതിനകത്ത് ദർശനം കണ്ടിട്ട് സ്തോത്രം ആന്റി സിസ്റ്റർ ഇന്ന കണക്ക് ഞാൻ ദർശനം കണ്ടു, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന ചിലർ ഇതിനകത്ത് എഴുന്നേൽക്കാൻ പോകുക. രാത്രിയുടെ യാമങ്ങളിൽ വിളിച്ച് ഫോണിലൂടെ സിസ്റ്റർ നമുക്ക് കുറച്ച് സമയം പ്രാർത്ഥിക്കണം, ഇന്നൊരു വിഷയം ഞാൻ കാണുന്നു. ഇതാണ് സൂമിനകത്തുള്ള ഒരു പ്രത്യേകത. ഇന്ന് പകൽക്ക് അതിനായിട്ടൊന്ന് സമർപ്പണത്തോടെ കയറി വാ. എല്ലാവരും നടത്തുന്ന പോലെ ഒരു മീറ്റിംഗ് അല്ല. ദർശനമുള്ള സഹോദരിമാർ എഴുന്നേൽക്കട്ടെ, കൃപയുള്ളവർ പുറത്തു വരട്ടെ, ചലിക്കുന്നവർ എഴുന്നേൽക്കട്ടെ. ഈ ദിവസങ്ങളിൽ UK ഒരു സിസ്റ്റർ ഞാനുമായിട്ട് സംസാരിച്ചപ്പോൾ, പ്രിയ ദൈവമക്കളെ, നമ്മ സംസാരിച്ചു തുടങ്ങുന്നത് തീയായിട്ടാ പുള്ളി ഇങ്ങനെ പറയുന്നു. ഭർത്താവ് വിശ്വാസത്തിലല്ല. കേൾക്കണോ? ഞങ്ങൾ പ്രാർത്ഥിക്കാൻ, ഇത് വേറൊരു സിസ്റ്റം ഉണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ അപ്പൊ പുള്ളിക്കാരി ഒരു പാർക്കിൽ രാത്രി പോകുക. എന്നിട്ട് ഇവിടെ കുറെ പട്ടികൾ വരെ, എനിക്ക് ഇതൊന്നും വിഷയമല്ല. സ്തോത്രം. അവിടെ പോയിരുന്നു. ഞാൻ ഓർക്ക് ഇത്രയും പവറിൽ ഇത് പ്രാർത്ഥിച്ച ആരെങ്കിലും കേട്ടതിനെ വല്ലോ അന്യരാജ്യമല്ലേ? ഞാൻ പറയാം, എനിക്കിതൊന്നും പേടിയല്ല, എനിക്ക് കിട്ടുന്ന സമയം അങ്ങ് പ്രാർത്ഥിക്കണം. ഭർത്താവ് ഓർക്കത്തിൽ നിന്ന് എണ്ണിക്കുന്നതിന് മുമ്പേ പോവുകയും വേണം. സ്തോത്രം. ഞാൻ ഓർക്കുക, നമുക്ക് എത്രയോ അവസരങ്ങളുണ്ട്. ആ പുള്ളിക്കാർക്ക് ദർശനം കൊടുത്ത ഇദ്ദേഹം തകർന്നിരിക്കുന്ന പലതിനെ കൂട്ടിച്ചേർത്ത് ഭയങ്കര പ്രാർത്ഥനയാ. സ്തോത്രം.
ആമേ അവരൊരുമിച്ച് പ്രാർത്ഥിക്കും. ആമേ കിട്ടുന്ന സമയമെല്ലാം കേറി പ്രാർത്ഥിക്കും. ആമേ സ്തോത്രം. ഭയങ്കര അത്ഭുതങ്ങൾ അതിനകത്ത് നടക്കുക. ആമേ സ്തോത്രം. അനവധി വിടുതലുകൾ അതിനകത്ത് നടക്കുക. ആമേ പാസ്റ്റർ ഒന്നും ആ മോളെ ആ സിസ്റ്റർ അംഗീകരിക്കത്തില്ല. കാരണം ആമേ പാസ്റ്റേഴ്സിന്റെ മുകളിലോട്ട് കയറുന്ന ഒരു ചിന്ത വന്നപ്പോൾ സഭയ്ക്കകത്ത് വിഷയങ്ങൾ അല്ല പറഞ്ഞു, ഞാൻ അവിടോട്ട് പോകുന്നില്ല, ഞാൻ ഇവിടെ ഇരുന്ന് അങ്ങ് പ്രാർത്ഥിക്കുക, ദൈവം ഞങ്ങൾക്ക് പുതിയ വാതിൽ തുറക്കാൻ പോകും. ആമേ സ്തോത്രം. ജോലിക്ക് പോകുന്നുണ്ട്, ജോലി കഴിഞ്ഞ് വന്നിട്ടൊക്കെ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞു. ഇന്ന് പകൽക്കാലം നമ്മൾ എഴുന്നേൽക്കണം. ദൈവമക്കളെ, ഈ കാലഘട്ടം 2025 ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയാം, എവിടേക്കോ കിടക്കുന്നതിനെ പരിശുദ്ധാത്മാവ് കിളിർപ്പിച്ച് പുറത്തു കൊണ്ടുവരിക. ആരൊക്കെ അറിയാതെ കിടക്കുന്നതിന്, കൂടാരത്തിൽ ഒതുങ്ങി കിടക്കുന്നതിന്, ഒറ്റപ്പെട്ട് കിടക്കുന്നതിന് ഉടമന കൃപയുണ്ട്, വെളിപ്പാടുണ്ട്, ദൂതുണ്ട്. ആമേൻ. ആരും അംഗീകരിക്കാത്തതിനെ, ചവിട്ടി താക്കുന്നതിനെ, ആമേൻ 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 സ്തോത്രം, മണ്ണിട്ട് മൂടിയതിനെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ പുറത്തു കൊണ്ടുവരും. എന്നോട് ദൈവാത്മാവ് ഒരു ദൂത് പറയുന്നു, കിണറെ പൊങ്ങിവാ എന്ന് പറഞ്ഞപ്പോൾ കിണർ പൊങ്ങി വന്നു. വെള്ളത്തിനകത്ത് വീണ ഇരുമ്പിനകത്ത് ഒരു കോലിട്ടപ്പോൾ പ്രവാചകൻ ആ ഇരുമ്പ് പൊങ്ങി വന്നു. 2025 മെയ് മാസം വ്യക്തമായി നിങ്ങൾ വിളിച്ചു പറഞ്ഞോ, ആമേൻ സ്തോത്രം, ഞാൻ പൊങ്ങി വരും, താനിടത്തുനിന്ന് ഞാൻ എഴുന്നേൽക്കും, എന്റെ തലമുറ എഴുന്നേൽക്കും, എന്റെ ഭർത്താവ് എഴുന്നേൽക്കും, എന്റെ ശുശ്രൂഷകൾ എഴുന്നേൽക്കും, എന്റെ നന്മ എഴുന്നേൽക്കും. ഊടറകത്ത് വേലി കെട്ടി അടച്ച് കെട്ടിയതിനകത്തുനിന്ന് ഞാൻ പുറത്തു വരും. ഇന്ന് പകൽക്കാലം സമർപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. ഇതിനകത്ത് ഡെലിവറൻസ് നടക്കും, വിശ്വസിക്കാമോ? ഇതിനകത്ത് രോഗികൾ സൗഖ്യമാകും, വിശ്വസിക്കാമോ? ഇതിനകത്ത് ഭൂതങ്ങൾ വിട്ടുപോ, വിശ്വസിക്കാമോ? ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമോ? കിലോമീറ്ററിനപ്പുറത്ത് ചില തലമുറകൾക്കകത്ത് ദൈവിക വിടുതൽ നടക്കും, ചില അസാധ്യമായ വിഷയങ്ങൾക്കകത്ത് ദൈവം വിടുതൽ നടക്കും, ചില കേസുകൾക്കകത്ത് ദൈവം വിടുതലയക്കും, ചില നന്മകൾക്കകത്ത് ദൈവം വിടുതലയക്കും, ചില അടഞ്ഞ യൂട്രസുകളെ കർത്താവ് തുറക്കും. ഇതുവരെ സംഭവിക്കാത്ത വിടുതലുകൾ ഇതിനകത്ത് നടക്കും. വാക്തത്വത്തെ മുറുകെ പിടിച്ചോ, വാക്തത്വത്തെ മുറുകെ പിടിച്ചോ, വാക്തത്വത്തെ മുറുകെ പിടിച്ചോ. വ്യക്തമായി പറ, കർത്താവെ, ഞാൻ ഒന്നിനെ അണയ്ക്കും, ഞാൻ ഒന്നിനെ ചേർത്ത് പിടിക്കും, ഞാൻ ഒന്നിനെ കൈകൊണ്ട് പിടിച്ച് ആമേൻ ആലയത്തിൽ കൊണ്ടുപോകും. എന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ ഇതിനായിട്ടാ ഞാൻ കരഞ്ഞതെന്ന് ഞാൻ വിളിച്ചു പറയുന്ന ദിവസം എന്റെ മുന്നിൽ വരാൻ പോകുക. വിശ്വാസത്തോടെ ദൂതേറ്റെടുക്കും. പ്രിയ ദൈവമക്കളെ, പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തെ നമ്മൾ തിരിച്ചറിയണം. ഈ ദിവസങ്ങളിൽ നിയോഗത്തോടുകൂടെ പ്രാർത്ഥിക്കുക, നിയോഗത്തോടുകൂടെ വാക്കുകൾ പറയുക, നിയോഗത്തോടുകൂടെ ആമേൻ എവിടെയാണോ നിനക്ക് വിരൽ ചൂണ്ടി സംസാരിക്കാനുള്ളത് അവിടെ നിയോഗത്തോടുകൂടെ പറയുക. ഈ ദിവസങ്ങളിൽ ചില നിയോഗങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുക. മോശയോട് പറഞ്ഞില്ല കർത്താവ്, നീ കരയാനല്ല പറഞ്ഞ, മോശെ ചെങ്കടലിൽ നീ കരഞ്ഞിട്ട് പ്രയോജനമില്ല, നീ ചെങ്കടലിന് നേരെ വടിയെടുത്ത് നീ നീട്ടുക, നീ അതിനെ വിഭാഗിക്കുക. ആമൻ ആത്മമണ്ഡലങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ആമൻ ചെങ്കടൽ വരുമ്പോൾ കരയാനല്ല നിന്നെ അഭിഷേകം ചെയ്ത് നിർത്തിയ കർത്താവിന് ഈ ചെങ്കടലിന്റെ അകത്ത് കൊണ്ട് നിർത്തിയെങ്കിൽ അതിനകത്തൂടെ നിന്നെ അപ്പുറം എത്തിക്കാൻ കഴിവുള്ളവനെ ഇവിടെ നിർത്തിയിരിക്കുന്നു. ഇന്ന് ചിലരോട് പറയുക, ഒരു സൈന്യത്തെയും കണ്ട് ചെങ്കടലിനെ കണ്ട് ഭാരപ്പെടല്ലേ. ആമൻ മനുഷ്യരാരും കുടുംബക്കാരും ചാർച്ചക്കാരും ബന്ധുമിത്രാദികൾ കാണാത്ത വാതിൽ ആമൻ നിനക്ക് വേണ്ടി തമ്പുരാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്തിരിക്കുന്നവർ ചില രാജ്യങ്ങളിൽ പോകും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ഒക്കുമോ? ചൂടാറക്കറ്റുല കേരക്കസ്റ്റൈറ്റമില്ല Arbi ribi kori katuri bishati kabaria. Ate karakattura bauti vinia. Alka rika salti vinia. Ettara bauti vinia. Diva satti vinia. Kartavaranu duuda etteduto. Enikkariyatilla. Parishutharma paranu. Chilare deiva ayittu ennu parnja kartava ayichirikkum. Chiladathu deiva pravarthi velippedu ennu parnja velippettirikum. Nee പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ കാമേ റീക മസ്കന ബൗട്ടി വിനിയ. Ataka rika tuni bakshasiya. Exisi mighty mini kori bikaloni. Akki miti ramasodi. Akki
പരിശുദ്ധാത്മ പറയുക ആമേ സ്തോത്രം, വ്യക്തിപരമായി ആമേ ദൈവവുമായിട്ടുള്ള ഒരു കണക്ഷനിലേക്ക് കയറി വരാതെ ആമേ ശോധി മൗട്ടി ബിർക്കനി അടക റികത്തുനി ആക്സിസി ബൈറ്റിമിനി ഊട റികത്തുന ആമേ വ്യക്തിപരമായി ദൈവിക ബന്ധത്തിലേക്ക് കയറാതെ ആമേ പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. കയറിയാൽ ചിലതും കൊണ്ടേ നിങ്ങൾ വരുത്തോളൂ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ പറയുന്നു, ആയുധം കൈ വെച്ചിട്ട് ഉറങ്ങരുത്, ആയുധം കൈ വെച്ചിട്ട് ഉറങ്ങരുത്. പരിശുദ്ധാത്മ പറയുന്നു, തീരുമാനത്തിൽ എഴുന്നേൽക്കോ. ദൈവം ചിലത് ദൈവാത്മാവ് കൽപ്പിക്കും. ഉടരവശാന്തരവൈഡമിനിയ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ആമേ സ്തോത്രം, ഇസ്രായേലിന്റെ ചിറകിൻ കീഴിൽ ആശ്രയിച്ചു വന്നൊരു രൂത്ത് അവളെടുത്ത തീരുമാനം അവളുടെ ജീവിതത്തിനകത്ത് അസാധ്യമെന്ന് കണ്ട മേഖലകൾക്കകത്ത് അവൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തവണ്ണം ആമേൻ ബോബസ് അവളോട് അസാധാരണ ദയ കാണിക്കുക. അവളുടെ തീരുമാനത്തിന്റെ ആമേൻ വ്യക്തമായ ഒരു മറുപടി അതിന്റെ 2:8 ഇപ്രകാരം പറയുന്നുണ്ട്. ആമേ സ്തോത്രം, ബോബസ് രൂത്തിനോട്, കേട്ടോ മകളെ, പിറക്കുവാൻ വേറൊരു വയലിൽ പോകേണ്ട. തീരുമാനത്തിന്റെ 1ാമത്തെ മറുപടിയാ. ആമേ 2ാമത്തെ മറുപടി, ബാലിക്കാറ്റുകളോട് ചേർന്ന് അവർ കൊയ്യുന്ന നിലത്തിൽ ദൃഷ്ടി വെച്ച് അവരുടെ പിന്നാലെ നീ പോയിക്കൊള്ളുക. ആമീൻ. ബാലിക്കാർ നിന്നെ തൊടരുതെന്ന് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. കാരണം ശത്രു നിന്നെ തൊടാതെ വേണം ഒരു വലിയ പ്രൊട്ടക്ഷൻ ആമേ തീരുമാനം എടുത്തു നിൽക്കുന്ന രൂത്തിനു വേണ്ടി സ്വർഗം അവിടെ ഒരുക്കുകയാ. ആമേ സ്തോത്രം. അവിടെ പിന്നീട് പറയുന്നത് ആമേ സ്തോത്രം അതിന്റെ 14ാമത്തെ വാക്യത്തിൽ ഭക്ഷണ സമയത്ത് ചാറ്റിൽ നിന്ന് മുക്കി ഭക്ഷണം കഴിക്കുവാനുള്ള അവസരങ്ങൾ. ആമേ സ്തോത്രം. 16ാമത്തെ വാക്യം, കറ്റകളിൽ നിന്ന് അവൾക്ക് വലിച്ചിട്ട് കൊടുക്കണം, അവളെ ശകാരിക്കരുതെന്ന് കൽപ്പിച്ചു. തീരുമാനമെടുത്ത രൂത്തിനു വേണ്ടി ദൈവം തുറന്നു കൊടുക്കുന്ന വാതിലുകളാ. കാല പറക്കാൻ പുറകിൽ ചെന്ന രൂത്തിനു വേണ്ടി ദൈവ സ്റ്റെപ്പായിട്ട് അകത്തോട്ടുള്ള പ്രവേശനം ദൈവം അവൾക്ക് ഒരുക്കുകയാ. ചെല്ലുന്നുടനെ അവൾ കയറി വന്നൊരു ഉടമസ്ഥതയിൽ കയറിയില്ല. അവൾ നിൽക്കുന്ന ഇടത്ത് നിന്ന് ദൈവത്തിന്റെ കൃപ അവൾക്ക് വേണ്ടി ചൊരിയ. കാരണം അവൾ ഒരു തീരുമാനമെടുത്തു. ആമേൻ, ഞാൻ വിട്ടുപിരിയത്തില്ല, ഞാൻ മാറിപ്പോകത്തില്ല. പരിശുദ്ധാത്മ പറയുന്നു, ബിനി ജോബ് എന്ന് പറയുന്ന ഡിവൈസിലായിരിക്കുന്ന അവളെ മുഖം എനിക്ക് കാണാൻ വയ്യ. ആമേ സ്തോത്രം. ആ സിസ്റ്ററോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ ആലോചന പറയാ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന, മകളെ, ഈ ദിവസങ്ങളിൽ ഉറച്ചു നിന്നാൽ, ആമേ സ്തോത്രം, ഉറച്ചു നിന്നാൽ ആമേൻ, അങ്ങോട്ട് വിടത്തില്ല ഇങ്ങോട്ട് വിടത്തില്ല എന്ന് പറഞ്ഞു ഒരു മതിൽ ഉയർന്നു നിൽക്കുന്ന മേഖലകളെ പരിശുദ്ധാത്മാ പറയുന്നു, ആമേ സ്തോത്രം, അത് ഇടിഞ്ഞ് താഴേക്ക് പോയിട്ട് ദൈവത്തിന്റെ ചില പ്രവൃത്തിയുടെ കരങ്ങൾ നിന്റെ കുടുംബത്തിനകത്ത് നിരാശപ്പെട്ടിരിക്കുന്ന, ഭാരപ്പെട്ടിരിക്കുന്ന, അസാധ്യമെന്ന് ഇങ്ങനെ കാണിക്കുന്നു, അസാധ്യമെന്ന് വിധി എഴുതിയിരിക്കുന്ന മേഖലകളെ ഒരു കരം വന്ന് തുടച്ചങ്ങ് നീക്കുകയാ. തുടച്ച് നീക്കിയിട്ട് മകളെ, ദൈവാത്മാ പറയുന്നു, ആമേ മോർദെഖായിക്ക് വേണ്ടി ആമേ രാജാവിന്റെ ഉറക്കം കെടുത്തിയതുപോലെ ദൈവാത്മാവ് നിനക്ക് വേണ്ടി ചിലരോട് സംസാരിച്ച് ചില ദൈവപ്രവൃത്തിയുടെ കരങ്ങൾ നിനക്ക് വേണ്ടി തുറക്കപ്പെടുന്ന ദിവസം ഇത് അടുത്തിരിക്കുന്നെന്ന് ആത്മാവിന്റെ ദാസിയോട് തൂതറിയിക്കുക. കഷ്ടതയുടെ നടുവിൽ നിലവിളി കേട്ട് നിനക്ക് ഉത്തരം അരുളുന്ന ഒരു ദൈവം ഒരു ആമെ കൂട് തുറന്ന് പുറത്തു വിടുന്ന പോലെ ചില നാളുകൾ കൊണ്ട് പ്രാർത്ഥിച്ച് കിടക്കുന്ന വിഷയങ്ങൾക്കകത്ത് അതിന്റെ മറുപടി കാണാൻ കഴിയാതെ വേണം കിടക്കുന്ന മേഖലകളെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അതിനകത്ത് ചില കരം വന്ന് എഴുതി ചേർക്കുന്നത് പോലെ നിനക്ക് വേണ്ടി ചില വിടുതലുകളെ ഒരുക്കുമെന്ന്. താമസിക്കുന്നത് കുറിച്ചിട്ടോ അതൊരു നന്മയ്ക്കാണ്, അതൊരു മഹത്വത്തിനാണ്. എന്റെ കരം എന്തെന്ന് നീ തിരിച്ചറിയുക. ചില കുടുംബത്തിനകത്തുള്ള പ്രതിസന്ധികളെ, പ്രതികൂലങ്ങളെ ഞാൻ എടുത്തു മാറ്റി നിനക്ക് വേണ്ടി അസാധാരണമായ വാതിലുകളെ തുറന്ന് നിന്നെ ഞാൻ ആമേൻ നടത്തുമെന്ന് ഈ ദിവസം നീ കുറിച്ചിട്ടോ. വിഷമിക്കുന്ന ചില വിഷയം
ഭാരപ്പെടുന്ന വിഷയം, ഇത് സംഭവിക്കുമോ എന്ന് ചിന്തിക്കുന്ന വിഷയം, ആ വിഷയത്തിനകത്ത് എന്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങും. കരുതുന്നവൻ ഞാനാണ്. ഈ ദിവസം ദൂതേറ്റെടുത്തോ. നാളുകൾ കൊണ്ട് നിന്റെ കുടുംബത്തെ തകർത്ത്, നിന്നെ തകർത്ത്, പല മേഖലകളിലിട്ട് വട്ടം കറക്കി, ഒരു ചുഴലിക്കകത്ത് കറക്കി നിന്നെ ഒതുക്കിയിട്ട ചില മേഖലകൾ, മരിക്കണോ വേണ്ടയോ എന്ന് ചിന്തിച്ച ചില വേളകൾ, നീ ഇന്നായിരിക്കുന്നത് പോലും ദൈവത്തിന്റെ കൃപയാ മകളെ, ഇന്നായിരിക്കുന്നത് പോലും ദൈവത്തിന്റെ കരുണയാ മകളെ. കർത്താവ് പറയുന്നു കേട്ടോ, ആമേൻ, ഞാൻ നിനക്ക് വേണ്ടി ചിലതെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ചില വെല്ലുവിളികൾ നീ ഭാരപ്പെടേണ്ട, ചില ഭയപ്പെടുത്തുന്ന ചിന്തകൾ വേണ്ട, നീ അതെല്ലാം എടുത്തു മാറ്റ്. ദൈവം ചില അത്ഭുതത്തിന്റെ ആമേൻ വടി നിനക്ക് വേണ്ടി നീട്ടാൻ സമയമായി. നീ എന്തിനാ ഭാരപ്പെടുന്നത്? നീ ആരെ വിശ്വസിക്കുന്നുവെന്ന് നീ തിരിച്ചറിയ്. കർത്താവ് ഇങ്ങനെ കാണിക്കുന്നു, ചില മുള്ളുകളെ കരിച്ചു കളയും. ചില ദൈവപ്രവൃത്തിയുടെ മഹത്വം നീ കാണും, ചില അത്ഭുതം കാണും, ചില റിസൾട്ടുകൾ നീ കാണാൻ പോകുന്നെന്ന് ദൈവാത്മാവിന്റെ ദാസിയോട് തൂതറിയിക്കുന്നു. ചിലത് നടക്കത്തില്ല, ചിലത് നടക്കത്തില്ല. ദൈവമാ രേഖ മാറ്റി എഴുതും. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ ദൂതേറ്റെടുത്തോ. പ്രിയ ദൈവമക്കളെ, ഇവിടെ എന്റെ സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ വ്യക്തമായിട്ടും നിങ്ങളോട് ദൂത് വിളിച്ചു പറയുക, ഉടർക്കത്തുന ഇവിടെ ആമേൻ അവളെ ഉപദ്രവിക്കരുത്. കറ്റകളിൽ നിന്ന് വലിച്ചിട്ട് കൊടുക്കാൻ അസാധാരണമായ ദയ അത് തീരുമാനമെടുത്ത് രൂത്തിന് വേണ്ടി കാണുകയാ. അവസാനം നമ്മൾ കാണുമ്പോൾ രൂത്തിന് 3-ാം അധ്യായം വരുമ്പോൾ ആമേ സ്തോത്രം, അവളുടെ മേലേക്ക് ബോബസിന്റെ പുതപ്പിടുക. 3-ന്റെ ആമേൻ 9 ആമേൻ സ്തോത്രം, ആമേൻ സ്തോത്രം, നീ എന്റെ വീണ്ടെടുപ്പുകാരനാ, നിന്റെ പുതപ്പടി എന്റെ മേലേക്ക് ഇടാൻ. അവൾക്ക് മനസ്സിലായി, ഞാൻ വന്നൊരു വയൽ വെറും ഒരു വയലല്ല, എന്നെ എവിടുന്നൊക്കെയോ വീണ്ടെടുക്കുന്ന ഒരു വീണ്ടെടുപ്പുകാരന്റെ വയലിലാ ഞാൻ കയറി നിൽക്കും. നഷ്ടം വരുത്തി, നിന്നെ കഷ്ടം വരുത്തി, ശോധന വരുത്തി, മനസ്സ് തകർത്തു, നിന്നെ ഇല്ലായ്മപ്പെടുത്തി, ശത്രു എഴുതിയിട്ട ചില മേഖലകൾക്കെന്ന് നിന്നെ വീണ്ടെടുക്കുവാൻ ഒരു ബോബസ് ഇന്ന് നിന്റെ അടുത്തേക്ക് വരികയാ. ഈ പ്രാർത്ഥനയ്ക്കകത്ത് പരിശുദ്ധാത്മ പറയുന്നു, ദീപ നിങ്ങളെ വീണ്ടെടുക്കുന്ന ഒരു ബോബസ് വരുന്നുണ്ട്. നിങ്ങൾ അതിന്റെ റിസൾട്ട് കാണാൻ പോകുക. കുറിച്ചിട്ടോ ഊട്ടാറുകത്തുന ചിലത് യവം അളന്ന് ചിലര് മേടിക്കും. ചിലത് അളന്ന് മേടിക്കും. നീതു പിന്നെ ആത്മാവ് തന്റെ മകളോട് പറയുന്നു, മകളെ അളന്ന് മേടിക്കും കേട്ടോ, അളന്ന് മേടിക്കും. കൂട്ടാമന പുതപ്പിനകത്ത് ഞാൻ അളന്ന് തരും. നീ കറഞ്ഞ കണ്ണുനീര് ചില്ലറയല്ല, നീ ഒഴുക്കുന്ന ആമേ 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 ആ കണ്ണുനീര് ആത്മാവ് കണ്ടിട്ട് പറയാ, അളന്നു മേടിക്കും. നിന്നെ എത്ര നാളിട്ട് ചവിട്ടി താക്കാമെന്ന് തോന്നിയാലും പരിശുദ്ധാത്മാവ് നിന്നെ പുറത്തു കൊണ്ടുവരും. ഈ ദിവസം നീ പ്രാർത്ഥിച്ചോ. ഒരു ദൂത് കൂടെ ഞാൻ പറയുക, അന്ന മനോവ്യസനത്തോടുകൂടെ ആലയത്തിൽ ചെന്നൊരു തീരുമാനമെടുത്തു. ആമേൻ, എന്റെ നിന്ന മാറ്റി ഒരു പുരുഷ പ്രജ എനിക്ക് തന്നാൽ അതിനെ ഞാൻ ജീവപര്യന്തം ഞാൻ യഹോവയ്ക്ക് കൊടുക്കും. അവൾ പറഞ്ഞൊരൊറ്റ കാര്യമേ ഉള്ളൂ, ആമേ കർത്താവേ നീ എന്നെ ഓർക്കണം, നീ എന്നെ മറക്കരുതേ. ആരൊക്കെ എന്നെ മറന്നാലും, ആരൊക്കെ എന്നെ ഓർത്തില്ലേലും, ആമേൻ പാദപീഠത്തിൽ ചെന്നിരുന്നു ഹൃദയത്തിൽ നിന്ന് അവളുടെ വാചകം പുറത്തു വരിക, നീ എന്നെ ഓർക്കണം. ഈ പ്രാർത്ഥന തീരുന്നത് വരെ നിങ്ങൾ പ്രാർത്ഥിച്ചോ, എന്നെ ഓർക്കണേ, എന്നെ മറക്കരുതേ. എന്നിട്ട് തീരുമാനമെടുത്തോ. ആമേൻ ആമേൻ, എനിക്ക് തരുന്നത് ആമേ എന്റതിനല്ല, നിനക്ക് വേണ്ടിയാ. എനിക്ക് തരുന്നതെന്നും എനിക്കല്ല, അത് അങ്ങേക്ക് വേണ്ടിയാ. ആമേ എന്നെ തന്നെ സമർപ്പിക്കുന്നെന്ന് പറഞ്ഞു ഒരു സമർപ്പണത്തോടുകൂടി ഈ പ്രാർത്ഥനയ്ക്ക് ഇരുന്നാൽ ആമേൻ, ഈ പ്രാർത്ഥന എന്ന് തീരുന്നു അതിനു മുമ്പ് ചില മറുപടികൾ നിങ്ങൾക്ക് കാണുമെന്ന് ആത്മാവ് നിങ്ങളോട് ദൂത് വിളിച്ചു പറയുക. അവൾ ആമേൻ വാക്കൊണ്ട് ഹൃദയം പകർന്നു കൊടുത്തു. ഏലി പുരോഹിതൻ അവളെ തെറ്റിദ്ധരിച്ചെങ്കിലും അവളെ ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനത്തിൽ അവളുടെ ആമേൻ ഈ തീരുമാനമെടുത്ത് അവളുടെ മുഖം മാടാതെ അവൾ എഴുന്നേറ്റ് പോയി. എന്നാൽ 27-ാമത്തെ വാക്യത്തിൽ അവൾ പറയുന്നൊരു കാര്യമുണ്ട്, ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ആമേൻ, അവൾ പ്രാർത്ഥിച്ച റിസൾട്ടുമായിട്ട് നിന്ദിച്ച പുരോഹിതന്റെ മുന്നിൽ ചെന്നിട്ട് അവൾ വിളിച്ചു പറയുക, ഇതിനായിട്ട് ചൂണ്ടിക്കാണിച്ചു. ഇന്ന് പകൽക്കാലം കുറിച്ചിട്ടോ നിന്ദിച്ചവരുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുന്ന ചില റിസൾട്ടുകൾ ചിലതിന് ദൈവം തരാൻ പോകും.
ചൂണ്ടിക്കാണിക്കുന്ന റിസൾട്ട്, ചൂണ്ടിക്കാണിക്കുന്ന റിസൾട്ട്. ഈ വചനമൊക്കെ പ്രാർത്ഥിച്ചങ്ങ് സ്വീകരിച്ചോണം. ആമേ, വിഷയത്തിനകത്ത് ഈ വചനം ഭയങ്കര പവറാ, ശക്തിയാ. ആമേ, സ്തോത്രം. യഹോവയോട് കഴിച്ച അപേക്ഷയ്ക്ക് ഞാൻ ഇവനെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കുക. 1-ാം അധ്യായത്തിൽ കരഞ്ഞ ഹന്ന, 1-ാം അധ്യായത്തിൽ നിന്ന കേട്ട ഹന്ന, വീഞ്ഞു കുടിച്ചെന്ന് പരിഹസിച്ച ഹന്ന, 2-ാം അധ്യായത്തിൽ പറയാ, ആമേ, എന്റെ ഹൃദയം ആനന്ദിക്കുക, എന്റെ കൊമ്പ് ഉയരുകയാ, എന്റെ വായ് വിശാലതയിലേക്ക് പോകുകയാ. ദൂത് കുറിച്ചിട്ടോണം. ഇന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആമേ, നിനക്കൊരു സന്തോഷത്തിന്റെ അധ്യായം അടുത്തത് തുറക്കാൻ പോകുക, ഓട്ടാനെ തുറക്കാൻ പോകുക. പ്രതിയോഗി വ്യസനിപ്പിച്ചെങ്കിൽ ആത്മാവ് തൂത് പറയുന്നു, അടുത്തൊരു അധ്യായം ദൈവം തുറക്കാൻ പോകുക. ആനന്ദത്തിന്റെ, സന്തോഷത്തിന്റെ, ആമേൻ, ഉയർന്നിരിക്കുന്ന ഒരു അനുഭവത്തിന്റെ. കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. കർത്താവേ, എന്നെ ഇതാ സമർപ്പിക്കുന്നു, എന്നെ ഇതാ സമർപ്പിക്കുന്നു. അപ്പ എനിക്ക് 1-ാം അധ്യായം ഉണ്ട് പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. 1-ാം അധ്യായം ഉണ്ട് പിതാവേ. പക്ഷെ എനിക്കൊരു 2-ാം അധ്യായം വേണം കർത്താവേ, എനിക്കത് വേണം കർത്താവേ. എന്നെ പറഞ്ഞവരുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു റിസൾട്ടിന് എന്നെ ഈ ദിവസം ഒരുക്കണം. നീ എന്തിനാ ഈ പ്രാർത്ഥന തുടങ്ങിയത്? നീ എന്തുവാ ഇതിനകത്ത് കാണിക്കുന്നത്? നീ ആള് കാണിക്കാനാണോ ഈ മീറ്റിംഗിൽ കയറിയിരിക്കുന്നത്? നിന്നെ ചോദിക്കുന്നവരുടെ നടുവിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു റിസൾട്ട്, ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു റിസൾട്ട്. കർത്താവ് പറയും, ഇതിനകത്ത് 9 ഡിവൈസ് ഉണ്ട്, 9 ഡിവൈസിലും ചൂണ്ടിക്കാണിക്കുന്ന ഒരു റിസൾട്ട് പരിശുദ്ധാത്മാവ് തരും. വ്യക്തമായി പ്രാർത്ഥിച്ചോ. അന്യജാതിക്കാരിയായ രൂത്തിനെ മറക്കാത്ത ദൈവം, ആമേ, പ്രതിയോഗി വ്യസനിപ്പിച്ച ഹന്നയ്ക്ക് വേണ്ടി ഇറങ്ങി വന്ന ദൈവം ഇന്ന് പകൽക്കാലം പറയുക, ഒരു റിസൾട്ട് നിനക്ക് തരാൻ സമയമായി. എല്ലാ പോരുകളും പോരാട്ടങ്ങൾ, ചിലതിനെ കുരുട്ടിയിട്ടിരിക്കുന്ന കുരുക്കുകൾ, ചിലതിനെ മറച്ചിട്ടിരിക്കുന്ന ചില വിടുതലുകൾ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ചിലത് സംഭവിക്കട്ടെ, ചില റിസൾട്ടുകൾ വെളിപ്പെടട്ടെ, ചിലത് വിശ്വസിക്കത്തക്കവണ്ണം ഇതൊരു ജീവനുള്ള ദൈവമാണെന്ന് അറിയത്തക്കവണ്ണം കർത്താവേ, അടയാള സഹിതം ചിലത് ദൈവം ഇതിനകത്ത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ആമേൻ. ദൈവകരത്തിലേക്ക് തന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രകാരം ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന സുഖം കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.